ഫെയർവിങ്സ് നടപ്പാക്കുന്ന സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് പിങ്ക് ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പിങ്ക് ജോബിന്റെ കീഴിൽ പുറത്തേക്ക് ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ഈ സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായിട്ടൊക്കെ ഉള്ള ഒരു ക്ലാസ് തന്നെയാണ്. അതായത് നമ്മൾ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഒരു മെയിൻ ഇഷ്യൂ ആണ് എന്ത് ഇറഗുലർ പീരീഡ്സ്, അതായത് ക്രമം തെറ്റിയുള്ള ആർത്തവവും മറ്റുമൊക്കെ. അപ്പൊ നമ്മള് ഇന്ന് 22ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ. ഈ 22ാമത്തെ ക്ലാസ്സിൽ നമുക്ക് ഇതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഡോക്ടറും കൗൺസിലറുമായ ഡോക്ടർ നസ്രീന മാം ആണ്. എന്തുകൊണ്ടും ഈ ഒരു ടോപ്പിക്കിനെ ആധികാരികമായി സംസാരിക്കാൻ നമുക്ക് വേണ്ടി ഇന്ന് തയ്യാറായി വന്നിരിക്കുന്ന ഡോക്ടർ നസ്രീനയാണ്. അപ്പോൾ ഡോക്ടർ നസ്രീനയെ ഞാൻ എൻ്റെ പേരിലും അതുപോലെ തന്നെ പിങ്ക് ജോബിന്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് കാര്യങ്ങൾ കേൾക്കുകയും അതുപോലെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ ഒരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഡോക്ടറുമായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതും നിങ്ങളുടെ സംശയങ്ങൾ ഇവിടെ ചോദിക്കാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഡോക്ടർക്ക് മൈക്ക് കൈമാറുകയാണ്. മാം പ്ലീസ് വെൽക്കം. ചെറിയൊരു അസ്സലാമലൈക്കും. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? കേൾക്കുന്നുണ്ട്. ചെറിയ ഇഷ്യൂ ഉണ്ട് കേട്ടോ. ഉണ്ടോ? ക്ലാരിറ്റി കുറവാണോ? ക്ലാരിറ്റിക്ക് പ്രശ്നമില്ല, സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്. ഞാന് ഒരു മിനിറ്റ് ഞാനൊന്ന് സ്ഥലം മാറി നോക്കട്ടെ. ഹലോ, ഹലോ.
ക്ലിയർ ആണോ? ആ കുറച്ച് ഓക്കെ ആണ്, പറഞ്ഞോ. ആ അപ്പൊ ആദ്യമായിട്ട് എന്നെ ഇങ്ങോട്ടേക്ക് വീണ്ടും ക്ഷണിച്ച ഫെയർവിങ് സ്നാപ്പിന്റെ സംഘാടകരോട് നന്ദി അറിയിക്കുന്നു. അതുപോലെ ലേഡീസിന്റെ ഒരു പ്രധാന ഒരു സമയമാണ് അല്ലെ ഈ ഒരു സമയം. പണികളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കുട്ടികൾ വരുന്ന മുന്നേ റെസ്റ്റ് എടുക്കുന്ന ഒരു ടൈമാണ്. ആ ഒരു ടൈമില് കേൾക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സഹോദരിമാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഇവിടെ ഒരു റേഞ്ചിന്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. കേൾക്കുന്നുണ്ട്, ഇപ്പൊ കുഴപ്പമില്ല. ആ അപ്പം പറ്റുന്നവരൊക്കെ വീഡിയോ ഓൺ ചെയ്യാ. ആരും കാണുന്നില്ല. പിന്നെ ഇന്നത്തെ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാല് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ആണ്. ആർത്തവ ക്രമക്കേടുകൾ, ആർത്തവത്തിൽ വരുന്ന വ്യതിയാനങ്ങളെ കുറിച്ചാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പം എന്താണ് ഈ ആർത്തവ തകരാറുകൾ അല്ലെങ്കിൽ ആർത്തവ ക്രമക്കേടുകൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഏതൊരു ലേഡീസും ഒരു പ്രാവശ്യമെങ്കിലും അവരുടെ ഒരു ഈ ആർത്തവത്തിൽ ഒരു പീരീഡ്സിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ടാവും അല്ലെ? ഒരു ചെറിയൊരു മാറ്റം വരുമ്പോഴേക്കും എല്ലാവർക്കും ഒരു ടെൻഷൻ ആയിരിക്കും. എന്തെങ്കിലും അസുഖമാണോ, അതല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും. അപ്പം ഒരു പക്ഷെ അതൊരു അസുഖം കൊണ്ട് തന്നെ ആണെന്നില്ല ഒരു ചേഞ്ച്. അസുഖം കാരണവും ഉണ്ടാവും, അതുപോലെ തന്നെ അസുഖമല്ലാതെ പല കാരണം കൊണ്ടും ഈ ഒരു ചേഞ്ച്, അതായത് ആർത്തവത്തിലുള്ള വ്യതിയാനം പലതരത്തിലുള്ള ചേഞ്ച് ആണ് ഈ ഒരു ആർത്തവത്തിൽ കണ്ടുവരുന്നത്. അതുണ്ടാവാറുണ്ട്. അപ്പം എന്തൊക്കെയാണ് ഈ ആർത്തവത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്നുള്ളത്? നോർമലി എത്ര ഡേയ്സ് കൂടുമ്പോഴാണ് നമ്മുടെ ഒരു പീരീഡ്സ് ആവുന്നത്? എല്ലാരും കേൾക്കുന്നുണ്ടോ? ആരെയും റെസ്പോൺസ് ഒന്നും ഇല്ലാത്തോണ്ട്. കേൾക്കുന്നുണ്ട് മാം. ഹലോ. കേൾക്കുന്നുണ്ട്. ആ അപ്പൊ 28 ഡേയ്സിലാണ് ഒരു സൈക്കിള്, ഓരോ സൈക്കിളും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 28 ഡേയ്സിൽ നമുക്ക് ഒരു പീരീഡ്സ് ഉണ്ടാവുന്നു. പക്ഷെ അത് നോർമലി കറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു 28 ഡേയ്സിൽ എല്ലാവർക്കും ഉണ്ടാവാറില്ല. വളരെ റയർ ആയിട്ട് മാത്രമേ അങ്ങനെ ഉണ്ടാവാറുള്ളൂ. അപ്പം ഏകദേശം ഒരു 1 വീക്ക് ബിഫോറും 1 വീക്ക് ആഫ്റ്ററും, അതായത് നമ്മുടെ ഈ 28 ഡേയ്സിന്റെ ഒരാഴ്ച മുമ്പും ഒരാഴ്ചക്ക് ശേഷം വരുന്ന പീരീഡ്സും റെഗുലർ ആണ്. ചിലപ്പോൾ 2 ദിവസം മുമ്പോട്ടോ ഡേറ്റ് തെറ്റി വിചാരിച്ചിട്ട് അതൊന്നും പ്രശ്നമാക്കേണ്ടതില്ല. അതൊക്കെ ഒരു നോർമൽ സൈക്കിൾ തന്നെയാണ്. അപ്പൊ ആദ്യമായിട്ടുള്ള ഒരു ചേഞ്ച് പറഞ്ഞാൽ ഡേറ്റിലുള്ള ചേഞ്ച്, അതായത് ഡേയ്സ് ഒന്നെങ്കിൽ നേരത്തെ പീരീഡ്സ് ആവാം, അല്ലെങ്കിൽ നേരം തെറ്റി പീരീഡ്സ് ആവാം. അതാണ് ആദ്യത്തെ വ്യതിയാനം എന്ന് പറഞ്ഞത്. പക്ഷെ അത് ഈ ഒരു ഡേയ്സ് നോക്കണം. 21 to 35 ഡേയ്സിന്റെ ഉള്ളില് വരുന്നത് നോർമലാണ്. അതിന് മുമ്പും അതിന് ശേഷം മാത്രം വന്നാലാണ് അതിന് ഒരു റെഗുലാരിറ്റി ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ തന്നെ മെൻസ്ട്രൽ ബ്ലഡ്, അതിന്റെ എമൗണ്ട് കൂടുതലായിട്ട് വരും. അതായത് ഹെവി ബ്ലീഡിങ് ആയിട്ട് വരാം, അല്ലെങ്കിൽ വളരെ കുറച്ച്, സാധാരണയിൽ നിന്ന് വളരെ കുറച്ചായിട്ട് പീരീഡ്സ് ഉണ്ടാവും. അതായത് സ്കാൻറ്റി ബ്ലീഡിങ്. അതൊക്കെ ഈ ഒരു ഇറഗുലാരിറ്റി ആണ്. പിന്നെ അതുപോലെ മെൻസസിന്റെ കൂടെ ഭയങ്കര സിവിയർ ആയിട്ട് വേദന വരിക. നോർമലി എല്ലാവരും വിചാരിച്ചു വെച്ചിട്ട് എന്താ, വേദന എന്നുള്ളത് അതൊരു നോർമൽ ആണ്, അത് ലേഡീസിന് സഹിക്കേണ്ട ഒരു പെയിൻ ആണ് എന്നുള്ളൊരു സംഭവമാണ്. പക്ഷെ അത് നോർമലി മെൻസസ് നടക്കുന്ന ടൈമിൽ യൂട്രൈൻ കൺട്രാക്ഷൻ നടക്കുന്നുണ്ട്. ആ സമയത്ത് ചെറിയൊരു പെയിൻ ഉണ്ടാവും. പക്ഷെ സിവിയർ ആയിട്ടുള്ള ഒരു പെയിൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവാം. എന്തെങ്കിലും ഡിസീസോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണ് ഒരു സിവിയർ ആയിട്ടുള്ള ഒരു പെയിൻ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു കാരണം കണ്ടെത്തണം. എന്നിട്ട് അതിന് ട്രീറ്റ് ചെയ്താലേ ആ ഒരു വേദനയിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ പറ്റും. എല്ലാ മാസവും അത് സഹിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് മെൻസസ് ആവാം. നോർമലി മന്ത്ലി ഒരു പ്രാവശ്യമാണ് നമുക്ക് പീരീഡ്സ് ആവുന്നത്. അതിന് പകരം മന്ത്ലി 2 ടൈംസ് ഒക്കെ പീരീഡ്സ് വരിക, അതും അബ്നോർമൽ ആയിട്ടാണ്, ഇറഗുലാരിറ്റി ആണ്. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കേസുകളാണ് നമ്മുടെ മെൻസസിന്റെ ഇറഗുലാരിറ്റീസ്, അതായത് ആർത്തവ തകരാറുകളായിട്ട് കൂട്ടുന്നത്. ഒന്നെങ്കിൽ ഡേറ്റിലുള്ള ചേഞ്ച്, അല്ലെങ്കിൽ ബ്ലഡിന്റെ എമൗണ്ട് ഒന്നെങ്കിൽ കൂടുതലായിട്ട് പോവാം, അല്ലെങ്കിൽ കുറച്ച് പോവാം, അല്ലെങ്കിൽ ഭയങ്കര ശക്തമായ വേദന മെൻസസിന്റെ മുമ്പോ അല്ലെങ്കിൽ മെൻസസ് തുടങ്ങിയതിന് ശേഷമൊക്കെ ആയിട്ട് വേദന വരിക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മന്ത്ലി 2 ടൈംസ് ആവാം,
അല്ലെങ്കിൽ അതുപോലെ മെൻസസ് കുറെ ടൈമിൽ വരാതിരിക്കുക, അതായത് 3 മന്തിലൊക്കെ വരാതിരിക്കുക, അതിന് അമിനോറിയ എന്ന് പറയും, അങ്ങനത്തെ കേസും അതൊക്കെയാണ് ഇറഗുലർ മെൻസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഇറഗുലർ മെൻസസ് ഉണ്ടാവുന്നത് എല്ലാം ഒരു അസുഖം ഉണ്ടാവണമെന്നില്ല. അസുഖമല്ലാത്ത പല കാരണങ്ങളും ഉണ്ടാവും. അതെന്തൊക്കെയാണെന്ന് പറയാൻ കഴിയോ? ആരും റെസ്പോണ്ട് ചെയ്യാൻ എനിക്ക് ഉറക്കം വരുവേ. ഹോർമോൺ വ്യതിയാനങ്ങളുടെ സംഭവം കൊണ്ടുണ്ടാവും. ആ ഹോർമോൺ, പിന്നെ ഫുഡ്, അതെ, ജങ്ക് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് യെസ്, അങ്ങനെ വരും. HB-യിലുള്ള അതെ, വേരിയേഷൻ. അതെ. ഹീമോഗ്ലോബിൻ സ്റ്റൈലില് എന്താണ്? ലൈഫ് സ്റ്റൈല് അതെ, ലൈഫ് സ്റ്റൈൽ ഇപ്പൊ വളരെ ഒരു ബാഡ് ലൈഫ് സ്റ്റൈലാണ് എല്ലാവരും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു വലിയൊരു ഫാക്ടറാണ്. അപ്പം അതിൽ കുറച്ചൊരു കാര്യങ്ങളുണ്ട്, ഞാൻ ഒന്ന് ബ്രീഫ് ആയിട്ട് പറയാം. അപ്പം ആദ്യമായിട്ട് പറയുന്നത് സ്ട്രെസ്. സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടോ? സ്ട്രെസ് ആണ് ആദ്യമായിട്ട് പറയുന്നത്. നമ്മൾ സ്ട്രെസ്സിലൂടെ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സ്ട്രെസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു സൈക്കിളിനെ ബാധിക്കുന്നതാണ്. അതിപ്പം ഞാൻ ഇപ്പൊ പറഞ്ഞു പല വ്യതിയാനങ്ങളും ഉണ്ടാവുന്നു. അപ്പൊ അത് ഏതെങ്കിലും ഒരു തരത്തിലായിട്ടായിരിക്കാം. കൂടുതലായിട്ടും ഡിലേ ആണ് ആവാറുള്ളത്. പക്ഷെ അത് അങ്ങനെ തന്നെ ആവണമെന്നില്ല. ചിലവർക്ക് കുറെ സ്റ്റോപ്പ് ആയിട്ട് വരെ വരാം, കുറെ മന്ത്ലി വരാതിരിക്കാം. ആ ഒരു സ്ട്രെസ്സിലൂടെ പോകുന്നൊരു സമയത്ത് ആ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടീനേജേഴ്സിനൊക്കെ എക്സാമിന്റെ ടൈമിൽ ഒരു എക്സാം ഫിയർ, അത് ഈ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. ഒരു എക്സാം ഫിയർ കാരണം മെൻസസ് കുറച്ച് ഡിലേ ആവും. പിന്നെ അതുപോലെ പ്രഗ്നൻസി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണ ലേഡീസിൽ അവർ പ്രഗ്നന്റ് ആയിട്ടില്ലെങ്കിൽ പോലും ആ ഒരു മെൻസസ് ഡിലേ ആവാം. അവരങ്ങനെ കൺസീവ് ആയിട്ടുണ്ടോ എന്നിങ്ങനെ ചിന്തിച്ചിട്ട് അങ്ങനെ അവിടെ ഡിലേ സംഭവിക്കാറുണ്ട്. പിന്നെ അതുപോലെ സ്ട്രെസ്, പിന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച്. ലൈഫ് സ്റ്റൈൽ ചേഞ്ച് എന്ന് പറഞ്ഞാല് നമ്മള് റെഗുലർ ആയിട്ട് എക്സസൈസ് എടുത്തോണ്ടിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് എക്സസൈസ് സ്റ്റോപ്പ് ചെയ്യുക. അതായത് കറക്റ്റ് റെഗുലർ ആയിട്ട് എടുക്കുന്ന ആള് പെട്ടെന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് കുറച്ച് ദിവസങ്ങളോളം സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ തീരെ എക്സസൈസ് എടുക്കാത്ത ആള് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര വിഗറസ് ആയിട്ട് ഭയങ്കര ടൈം കൂടുതലായിട്ടും ഭയങ്കര ഹെവി ആയിട്ടുള്ള എക്സസൈസസ് തുടങ്ങാം. അങ്ങനത്തെ കേസിലൊക്കെ നമ്മുടെ ബോഡിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരു ലെവലിൽ എത്തിയിട്ട് അവിടെ ഹോർമോണൽ ഇംബാലൻസ് വന്നിട്ട് അവിടെ ഈ ഒരു എന്തെങ്കിലും ഒരു ഇറഗുലാരിറ്റീസ് കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ, ട്രാവൽ ഇപ്പം ഒരു ചെറിയ ട്രാവലിംഗ് അല്ല, കുറച്ച് അധികം ട്രാവൽ ചെയ്യുമ്പോൾ അത് ശരിക്കും നമ്മുടെ ഒരു ബോഡിക്ക് ഒരു സ്ട്രെസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഒരു ടൈമിലും നമുക്ക് പീരീഡ്സ് ചേഞ്ച് ആവാറുണ്ട്. ഒരു പക്ഷെ ചിലവർക്ക് നേരത്തെ വരും, ചിലർക്ക് ലേറ്റ് ആവും. അതൊക്കെ ഓരോരുത്തർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കൊണ്ട്. പിന്നെ അതുപോലെ സ്ട്രെസ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിന് നമുക്ക് അടുത്ത വേണ്ടപ്പെട്ട ആരുടെങ്കിലും മരണോ അല്ലെങ്കിൽ എന്തെങ്കിലും സിവിയർ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസോ ഒക്കെ വരുമ്പോഴും ഈ മെൻസസ് ഡിലേയോ വേറെ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് കാണിക്കാറുണ്ട്. പിന്നെ അതുപോലെ കാലാവസ്ഥ ചേഞ്ച് വരുമ്പോൾ പെട്ടെന്ന് ചൂടിൽ നിന്ന് തണുപ്പിലോട്ടോ തണുപ്പിൽ നിന്ന് ചൂടിലോട്ടോ ഒക്കെ മാറുന്ന ഒരു ടൈമിലും നമ്മുടെ ബോഡി ഒരു ഹോർമോണൽ കൺട്രോൾ പോകുന്ന ഒരു സംഭവമാണല്ലോ ഈ മെൻസ്ട്രുവേഷന്. അപ്പൊ എന്തൊരു ചേഞ്ചും ഈ ഒരു ഹോർമോണിനെ ബാധിക്കും. അതുകൊണ്ടാണ്. അപ്പം ഇതൊന്നും ഒരു ഡിസീസ് അല്ല, അതൊക്കെ ഒരു നോർമലി സംഭവിക്കുന്ന കാരണങ്ങൾ തന്നെയാണ്. അപ്പം പിന്നെ ഈ ഒരു കാലാവസ്ഥ ചേഞ്ചും പിന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച്, സ്ട്രെസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ. പിന്നെ അതുപോലെ തന്നെ ചില മെഡിക്കേഷൻസ് നമ്മള് പ്രഗ്നൻസിനെ പ്രിവെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോൺട്രാസെപ്റ്റീവ് പിൽസ് അല്ലെങ്കിൽ കോപ്പർട്ടി, പിന്നെ അല്ലെങ്കിൽ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഡിസീസിന് കഴിക്കുന്ന ചില മെഡിസിൻസ്, എല്ലാത്തിനും ഇല്ല, ചില മെഡിസിൻസും അങ്ങനെ ഈ ഒരു മെൻസസിന് ഇറഗുലാരിറ്റീസിന് കാരണമാവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മള് വേറെ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് കുറച്ചൊരു സമയത്ത് അങ്ങനെ ഒരു റെസ്റ്റ് ടൈമിൽ, അതായത് കുറച്ചധികം സമയം ഈ ഒരു ഫീമെയിൽ റിലേറ്റഡ് അസുഖങ്ങൾ, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, പിന്നെ എന്തെങ്കിലും ഫ്രാക്ചർ വന്നിട്ട് അങ്ങനെ കുറച്ചധികം നമ്മൾ കുറച്ച് സമയം കിടപ്പിലായ ഒരു ടൈമാണ് എങ്കിലും മൊത്തം ഒരു ബോഡി ചേഞ്ച് വരികയാണല്ലോ. അപ്പൊ ആ ഒരു ടൈമിലൊക്കെ ഈ മെൻസസിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്ന കാരണങ്ങൾ. അതായത് ഒരു അസുഖവും ഇല്ല, മെൻസസിൽ ചേഞ്ച് വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ചേഞ്ചുകളാണ് എല്ലാം ഇതിൽ പെടും. ഒന്നെങ്കിൽ ഡേറ്റ് വ്യത്യാസം, അല്ലെങ്കിൽ ഫ്ലോന്റെ അളവിൽ വ്യത്യാസം, അല്ലെങ്കിൽ പീരീഡ്സിന്റെ കൂടെ പെയിൻ വരുന്നു, അല്ലെങ്കിൽ റെക്കറന്റ് ആയിട്ട് വരുന്നു. അത് ഏതാണെങ്കിലും സംഭവിക്കാം ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട്. അപ്പൊ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ചെറിയൊരു വേരിയേഷൻ വരുമ്പോഴേക്കും അതൊരു അസുഖം ആണോ എന്നൊരു പേടിക്കേണ്ട ആവശ്യമില്ല.
അസുഖത്തിലും ഇങ്ങനെ ചേഞ്ച് വരുമെങ്കിലും നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ എന്തെങ്കിലും ചേഞ്ച് നമ്മളെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കേഷൻ എടുക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നൊക്കെ ആദ്യം ചെക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രീ മെനപ്പോസൽ സ്റ്റേജ്. മെനപ്പോസ് എന്ന് പറഞ്ഞാൽ ആർത്തവ വിരാമം, അതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു അവസ്ഥയാണ് പ്രീ മെനപ്പോസൽ സ്റ്റേജ്. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മുടെ ഹോർമോണില് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ ലെവല് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ടൈമില് നമ്മുടെ മെൻസസ് ഇറഗുലർ ആയിട്ട് വരും. കാരണം അവിടെ ഈ ഹോർമോണില് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അതിനാല് ആ ഒരു ഹോർമോണൽ ചേഞ്ച് കാരണം മെൻസസ് ഒന്നെങ്കിൽ ഹെവി ബ്ലീഡിങ് ആയിട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ കുറെ വരുന്നുണ്ട്, ചിലർക്ക് പെയിൻ ആയിട്ട് വരാറുണ്ട്. അത് ഏകദേശം ഒരു നോർമലി നമ്മളത് കാണാറ് ഏകദേശം ഒരു 2 വർഷം മുമ്പാണ്. ഏകദേശം അതായത് മെൻസസ് സ്റ്റോപ്പ് ചെയ്യണം, മെനപ്പോസ് ആവണതിന്റെ ഏകദേശം ഒരു 2 വർഷം മുമ്പാണ് അത് ഉണ്ടാവാറുള്ളത്. പക്ഷെ ഏകദേശം 2 to 8 വർഷം വരെ അത് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. അതിങ്ങനെ ഗ്രാജുവലി കുറഞ്ഞിട്ടാണ് മെൻസസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് മെനപ്പോസ് അർത്ഥ വിരാമത്തിലോട്ട് എത്തുന്നത്. അപ്പം ഈ ഒരു കേസ് ശരിക്കും ചിലപ്പോൾ നമ്മളത് ഓർക്കണം എന്നില്ല. അതായത് വേറെ എന്തെങ്കിലും ഡിസീസ് ആണെന്ന് വിചാരിക്കും, പക്ഷെ ചെറുപക്ഷെ അത് ഈ ഒരു മെനപ്പോസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മള് ഒരു 40 ഇയേഴ്സിന് ശേഷമാണ് ഇങ്ങനത്തെ സിംറ്റം കാണുന്നത്. അതായത് ഹെവി ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ അമിനോറിയ കുറച്ച് ടൈമിൽ മെൻസസ് ആവുന്നില്ല. കൂടുതലായിട്ടും ഏകദേശം ഒരു 2 വർഷം മുമ്പാണെങ്കിലും കുറച്ച് വർഷങ്ങൾ മുമ്പ് വരെ ചിലരിൽ കാണാറുണ്ട്. ഏകദേശം 45 to 55 ആണ് നോർമലി മെൻസസ് നിൽക്കുന്ന പ്രായം. പക്ഷെ ഇപ്പം അത് അതിനു മുമ്പായിട്ട് ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ആ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് തന്നെയാണ് മെയിൻ കാരണം. അപ്പം ആ ഒരു കാരണം ഉണ്ടോന്ന് നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടതാണ്. അപ്പം ഏകദേശം ഇത്രയൊക്കെയാണ് ഈ ഒരു അസുഖങ്ങളല്ലാത്ത കാരണങ്ങളായിട്ട് പറയുന്നത്. ഈ ഒരു പ്രീ മെനപ്പോസൽ സ്റ്റേജിൽ വരുന്ന ഇറഗുലാരിറ്റീസും പിന്നെ അതുപോലെ സ്ട്രെസ്സും ലൈഫ് സ്റ്റൈൽ ചേഞ്ചും മെഡിക്കേഷൻ അതുപോലത്തെ കാരണങ്ങൾ കൊണ്ടുവരുന്ന വ്യതിയാനങ്ങളുമാണ്. ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓരോ സെക്ഷൻ അങ്ങനെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോകണമായിരിക്കും നല്ലത്. ഹലോ, ഉള്ള ഡൗട്ട്സ് ഒക്കെ മാം പറഞ്ഞു കേട്ടോ, എല്ലാം പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം. ക്ലിയർ ആയിട്ടുണ്ട്. എന്തൊക്കെ ഡിസീസ് കൊണ്ടാണ് ഇങ്ങനെ മെൻസസിൽ നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. അപ്പം എന്തൊക്കെ അസുഖങ്ങളാണ് നിങ്ങൾക്ക് അറിയാവുന്നത് മെൻസസ് ആയിട്ട് ബുദ്ധിമുട്ടുള്ള നോർമലി കോമൺ ആയിട്ട് കാണുന്ന അസുഖങ്ങൾ? എല്ലാരും ഉറങ്ങാണെന്ന് തോന്നുന്നുണ്ട്. PCOD അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതല്ലേ? PCOD വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഹലോ, പീരിയഡ്സ് ക്ലിയർ ആവാത്തത് എന്താ? 19 പീരിയഡ്സ് ക്ലിയർ ആവായ്യ. എത്ര വയസ്സുള്ള ആളാ? 33. 33 ക്ലിയർ ആവുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? 3 ദിവസമാണ് ശരിക്കും ഓൾറെഡി ഉണ്ടാവുന്നത്. പിന്നെ ശേഷം പിന്നെ നമുക്കാണെങ്കിൽ വൃത്തിയാവില്ല, ഒരു കളർ ചേഞ്ച് മാത്രം 10 ദിവസം. 10 ദിവസം ഈ 3 ഡേയ്സ് കഴിഞ്ഞിട്ട് 10 ദിവസം വരുന്നുണ്ട്? ഇല്ലല്ല, ആവുന്നത് തൊട്ട് പിന്നെ 10 ഡേയ്സ് ഉണ്ടാവും. 3 ഡേയ്സ് ആണ് ഓൾറെഡി നല്ലതുപോലെ ഇതുണ്ടാവും. പിന്നെ കളർ ചേഞ്ച് മാത്രം. അപ്പൊ ഡോക്ടറെ കുഴപ്പമൊന്നുമില്ല, 10 ദിവസം അങ്ങനെ വന്നതുകൊണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ നോമ്പൊക്കെ ആവുന്ന സമയത്ത് ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെ ആവുമ്പോ. എല്ലാ മന്തിലും ഒരുപോലെയാണോ? അതെ അതെ. അതിന്റെ കൂടെ വേറെ എന്ത് സിംറ്റം ഉള്ളത്? ഈ ഒരു ഡേയ്സ് വ്യത്യാസം അല്ലാതെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ഇതിപ്പോ കഴിഞ്ഞതിപ്പോ 28-നാണെങ്കിൽ പിന്നെ ഒരു 3 ദിവസം ബാക്കിലേക്കാ വരിക. അത് പ്രശ്നമല്ല, ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ച മുമ്പോട്ടും ഒരാഴ്ച പിമ്പോട്ടും ബുദ്ധിമുട്ട് പ്രശ്നം. അപ്പൊ അങ്ങനെ ബ്ലീഡിങ് ആ ഒരു 3 ദിവസം ആവുന്നതിന്റെ തലേന്ന് നല്ല പെയിൻ ഉണ്ടാവും, ഊരവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ആയിക്കാണെങ്കിൽ അന്ന് നല്ല അതേപോലെ തന്നെ ചെറിയ രീതിക്ക് കൂടുതലായിട്ടില്ല, വേറെ വേദനയും കാര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിങ്ങനെ മാറിയതാണോ? ആദ്യം ഇങ്ങനെയാണോ? നമുക്ക് മെൻസസ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ എങ്ങനെയാണോ അല്ലെങ്കിൽ
അല്ല എനിക്കിപ്പോ ചേഞ്ച് സെയിം വന്നതാണ്. ചേഞ്ച് ചേഞ്ച് വന്നതാ. വന്നതാണ്. അത് എത്രയായി ചേഞ്ച് വന്നിട്ട്? എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ? ഇല്ല എനിക്ക് 3 കുട്ടികളാണുള്ളത്. മൂത്ത മോന് 8ലാണ് പഠിക്കുന്നത്, രണ്ടാമത്തെ ആള് 4ലാണ് പഠിക്കുന്നത്, ഏറ്റവും ചെറുത് UKG ആണ്. അപ്പൊ ഏറ്റവും ലാസ്റ്റ് സിസേറിയൻ. അപ്പൊ സിസേറിയനൊക്കെ പ്രഗ്നൻസിക്ക് എന്തെങ്കിലും പറ്റായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഓ എങ്ങനെ? ഒരു വർഷമായി ഇപ്പൊ ഇങ്ങനെ ആയിട്ട്. ഒരു വർഷമായിട്ടുണ്ട് അല്ലെ? ആ. പിന്നെ എന്തെങ്കിലും മെഡിക്കേഷൻ എന്തെങ്കിലും അസുഖത്തിന് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല ഒന്നുമില്ല. ചേഞ്ച് ഉണ്ടാവാം ഒരു സ്പോട്ടിങ് മാത്രമാണെങ്കിൽ. പക്ഷെ 3 ദിവസം ആദ്യം നോർമലി അങ്ങനെ ആണെങ്കിൽ അവരുടെ ബോഡിയുടെ നോർമൽ അങ്ങനെയാണ്. പക്ഷെ ഒരു ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ ഹോർമോണൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അസുഖം എന്ന് പറയാൻ എനിക്കൊരു മുടി കൊഴിച്ചിലിന്റെ ഒരു പ്രശ്നം വന്നിരുന്നു. തൈറോയ്ഡ് ചെക്ക് തൈറോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഒന്നുമില്ല, സാധാ മുടി കൊഴിച്ചിലല്ല, എനിക്ക് അലോപേഷ്യ ഏരിയ ഉണ്ടല്ലേ? അതായിരുന്നു. അപ്പൊ ഹോർമോണൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അപ്പം ആ ഒരു ട്രീറ്റ്മെന്റ് ഹോമിയോപ്പതിയിൽ നമ്മൾ ആ സിംറ്റത്തിനനുസരിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കാറുണ്ട്. പക്ഷേ ഒരു സിംറ്റം കൂടി ഉള്ളത് കാരണം, അല്ലെങ്കിൽ ഇപ്പം ഒരു സ്പോട്ടിങ് ആണെങ്കിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം ആക്കേണ്ടതില്ല. നമുക്ക് അതിന്റെ കൂടെ പെയിനും പിന്നെ വേറെ എന്തെങ്കിലും ഹെവി ബ്ലീഡിങ് ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. എക്സസൈസും സ്ലീപ്പ് അതൊക്കെ ചേഞ്ച് ചെയ്തിട്ടും ഇതിന് മാറ്റം കാണുന്നില്ലെങ്കിൽ മാത്രമേ ഒരു മെഡിസിനിലോട്ടൊക്കെ പോകേണ്ട ആവശ്യമുള്ളൂ. ചെറിയൊരു മാറ്റാണല്ലോ, വലിയ സിവിയർ ആയിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ. അപ്പം എന്തെങ്കിലും അസുഖം നമുക്ക് കൺഫേം ചെയ്യണമെങ്കിൽ ടെസ്റ്റ് തന്നെ വേണം. എങ്ങനെ? ചെറിയൊരു കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് നിസ്കരിക്കാൻ പറ്റൂല, ആ രീതിക്കുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്താലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. കാരണം എന്തെങ്കിലും ചെറിയൊരു ഹോർമോണൽ ചേഞ്ച് ഉണ്ട്, നോർമലി നിന്നൊരു ചേഞ്ച് വന്നതാണല്ലോ. അത് കാരണം ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. ആയിക്കോട്ടെ. വേറെ എന്തെങ്കിലും ചോദിക്കാറുണ്ട്? ഞാൻ അടുത്ത സെക്ഷനിലോട്ട് പോകട്ടെ. ഓക്കെ, നിങ്ങൾ മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സാനിറ്ററി നാപ്കിൻ ആണോ? സാനിറ്ററി നാപ്കിൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മെൻസ്ട്രൽ കപ്പ് രണ്ടിനും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. മെൻസ്ട്രൽ കപ്പിന് കുറച്ചും കൂടെ കേസ് പറഞ്ഞ അടുത്ത് ചോദിച്ചതാണ്. ഹലോ, ഒരു പ്രോബ്ലം പറഞ്ഞില്ലേ ഒരാള്, അവർക്ക് 10 days വരുന്നുണ്ട് എന്നുള്ളത്. അല്ലല്ല, കപ്പ് ഉപയോഗിക്കുന്നില്ല. ഓക്കെ, എനിക്ക് സെയിം പിന്നെ കേസ് ഉണ്ടായിരുന്നു മുന്നേ, ഒരു 6 വർഷം മുന്നേ. ഒരു സ്ഥിരമായിട്ട് ഫയർവിങ്സിന്റെ ആനോൺ എന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്തതിനു ശേഷം 5 ദിവസം കൊണ്ട് പീരീഡ്സ് സ്റ്റോപ്പ് ആവുന്നുണ്ട്. പിന്നെ ആ ഒരു കളറിന്റെ പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. നേരത്തെ ഒരു 8-10 ദിവസം വരെയൊക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിരിക്കാനും, കുളിക്കാനും പറ്റൂല, അല്ലാതെ ഒക്കെ ആകെ ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു സ്റ്റേജ് ആയിരുന്നു. ഇപ്പോ 3 days നല്ല ബ്ലീഡിങ് ഉണ്ടാവും, പിന്നെ 5 days കൊണ്ട് ഫുള്ളായിട്ട് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. ഞാൻ പാഡ് ഉപയോഗിക്കും, ഞാൻ കോട്ടൺ തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കല്. ഏത് ബ്രാൻഡിനാ യൂസ് ചെയ്യുന്നത്? ഞാൻ കോട്ടൺ ആണ്, അല്ലാതെ സാധാ കോട്ടൺ ഇല്ലേ, അതാണ് ഉപയോഗിക്കുന്നത്. കോട്ടന്റെ ക്ലോത്ത്, പാഡ് ഉപയോഗിക്കലില്ല. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഫയർവിങ്സ് ആനോൺ ഒരു 2-3 മാസം തുടർച്ചയായി ഒന്ന് യൂസ് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അതേപോലെ ഒരുപാട് ആളുകൾ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്, പീരീഡ്സ് റെഗുലർ ആയിട്ടുള്ള. ആണോ? ആയി. ഹലോ, അസ്സലാമു അസ്സലാം. എനിക്കും സെയിം നബീല മാഡം പറഞ്ഞ പോലെ അതേ അനുഭവം. ഇപ്പൊ ആനിയോൺ ഉപയോഗിച്ചതിന് ശേഷമാണ് പീരീഡ്സ് കറക്റ്റ് ആയത്. ഇതേപോലെ തന്നെ 10 ദിവസമെല്ലാം ഇവര് പറഞ്ഞ പോലെ തന്നെ എനിക്കാവുന്നുണ്ട്. അപ്പൊ ഈ ഫെയർവിങ്സിന്റെ ഈ ആനിയോൺ അത് ഉപയോഗിച്ചതിന് ശേഷമാണ് ഇപ്പൊ നോർമലായിട്ട് സാധാ പോലെ 3 days, പിന്നെ അത് 5 days കൂടുതൽ ഇപ്പൊ അങ്ങനെ നിൽക്കാറില്ല. ഓക്കെ. വേറെ ആർക്കെങ്കിലും
എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കും അങ്ങനെ തന്നെയാണ് അവര് ഫസ്റ്റത്തെ 3 ദിവസം നല്ലോണം ഉണ്ടാവും, പിന്നെ 6 ദിവസം കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പിന്നെ 12ാമത്തെ ദിവസം എനിക്ക് കുളിക്കാനാവുള്ളൂ. ഇപ്പൊ തുടങ്ങിയത്, ആദ്യമേ ഇല്ല. നോർമലി അങ്ങനെ ആവണമെങ്കിൽ അതൊരു നോർമൽ ആണ്. ഓരോ ബോഡിക്കും വ്യത്യാസം ഉണ്ടാവും. ഒരു 7 days എന്ന് പറഞ്ഞാല് കറക്റ്റ് ഒന്നുമല്ല. പക്ഷെ അതിൽ നിന്ന് നമ്മൾ നോർമലി ഒരു ചേഞ്ച് വരുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച്. ഇപ്പൊ നോർമലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ്സും ഒക്കെ ലൈഫിൽ കോമൺ ആയിട്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ അത് കാരണം, പല കാരണം കൊണ്ടാണ് അങ്ങനെ ഒരു ചേഞ്ച് വരുന്നത്. പിന്നെ ഡെലിവറിക്ക് ശേഷം ചെറിയൊരു മാറ്റം വരും ഹോർമോണില്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ഒരു ചേഞ്ച് വരുന്നത്. അതും ഡെയിലി അതുപോലെ തന്നെയാണ്. നമുക്ക് നമ്മുടെ ലൈഫിനെ ബുദ്ധിമുട്ടിക്കുന്നില്ലെങ്കിൽ നമുക്കതൊരു വിഷയമൊക്കെ എടുക്കേണ്ടതില്ല. അത് പറഞ്ഞ പോലെ ഈ പാഡും പിന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചും. കൈനക്കിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെന്നോട് പറഞ്ഞു, വെറുതെ മോളെ ഗുളിക കുടിക്കേണ്ട, വെറുതെ മെഡിസിൻ കഴിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞേ. ഒരു പ്രോബ്ലം ആയിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞേ. അത് ചെക്ക് ചെയ്യുമ്പോ മനസ്സിലാവല്ലോ നമുക്ക് സിംറ്റം ടെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവല്ലോ. ഒരു കാരണം ഇല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കൊണ്ട് വരുന്നതാണ്. അത് ഒരു അബ്നോർമൽ ആയിട്ട് റെഗുലർ ആയിട്ട് കാണേണ്ടതില്ല. ഓക്കെ. അപ്പൊ നമുക്ക് ഡിസീസ് കണ്ടീഷനിലോട്ട് പോവാട്ടോ. എന്തൊക്കെയാണ് ഈ ഒരു മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് വരുന്നത് എന്നുള്ളത് പല അസുഖങ്ങൾ പറഞ്ഞു നിങ്ങളൊക്കെ. അപ്പൊ എന്തൊക്കെയാണെന്ന് ഒന്നും കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് PCOD, അതായത് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം. അത് നമ്മുടെ അണ്ഡാശയത്തില് കുമിളകൾ ഇങ്ങനെ അടിഞ്ഞുകൂടാണ്. അതൊരു നമ്മുടെ മൊത്തത്തെ അഫക്റ്റ് ചെയ്യുന്നു. അതായത് നമ്മുടെ ഒരു മെൻസ്ട്രൽ മാത്രമല്ല നമ്മുടെ അവിടെ ഒരു റെഗുലർ വരുന്നത്. മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഹെവി ബ്ലീഡിംഗ് ആയിട്ട് വരാം. പല സ്ത്രീകളിലും പല തരത്തിലാണ് ഈ ഒരു PCOD പ്രസന്റ് ചെയ്യുന്നത്. ചിലവരിതിൽ നല്ല ഹെവി ബ്ലീഡിംഗ് ആയിട്ട് വരാം, ചിലവരിതിൽ സ്കാൻറ്റി ബ്ലീഡിംഗ് ആയിരിക്കാം, ചിലവരിതിൽ റെക്കറന്റ് ആയിട്ട് ഇടക്കിടക്ക് ബ്ലീഡിങ് വരുന്നുണ്ട്. അപ്പം നമുക്കത് കൺഫേം ചെയ്യണമെങ്കിൽ അതിന്റെ കൂടെ വരുന്ന വേറെ സിംറ്റംസും ഉണ്ടാവും. അതായത് അവരിതില് മുഖക്കുരു ഉണ്ടാവും, പിന്നെ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും, ശരീരം വണ്ണം വെക്കും, പിന്നെ അതുപോലെ രോമവളർച്ച കൂടുതലായിരിക്കും ഈ PCOD ഉള്ള ലേഡീസിന്. അതിന് കാരണം എന്താ വെച്ചാല് അവരിതില് ആൻഡ്രോജൻ എന്ന് പറഞ്ഞ ഹോർമോൺ കൂടുതലായിട്ടുണ്ടാവും. ആൻഡ്രോജൻ എന്ന് പറഞ്ഞാല് മെയിൽ ഹോർമോൺ ആണ്. ആ മെയിൽ ഹോർമോൺ കൂടുന്നത് കാരണം അവരുടെ താടി രോമങ്ങളും മീശന്റെ രോമങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അവരുടെ വോയിസിൽ ചേഞ്ച് വരും, ഒരു ഹസ്കി വോയിസ് ആയിട്ട് വരും. അതൊക്കെ ഈ ഒരു ആൻഡ്രോജൻ ഹോർമോണ് ഉണ്ടായിട്ടുള്ളത് കൂടുതലായിട്ട് അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു PCOD ഉണ്ടാവുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനിലാണ് ഈ ഒരു PCOD. അതായത് നമ്മുടെ അണ്ഡാശയത്തിൽ ഒരുപാട് സിസ്റ്റ് ഇങ്ങനെ അടിഞ്ഞുകൂടാണ്, ഒരു ചെറിയ കുമിളകള്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു കേസിൽ അവിടെ നമ്മുടെ പാൻക്രിയാസ് എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥിയിലാണ് നമുക്ക് ഈ ഒരു ഇൻസുലിന് ഉണ്ടാവുന്നത്. ഈ ഒരു ഇൻസുലിൻ ആണ് നമ്മൾ കഴിക്കുന്ന എനർജി, അതായത് ഫുഡ് എനർജി ഗ്ലൂക്കോസ് ആയിട്ട് എത്തണം, എന്നാലല്ലേ നമുക്ക് എനർജി കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു ടിഷ്യൂസിലോട്ട് എത്തിക്കുന്നത് ഈ ഒരു ഇൻസുലിൻ ആണ്. അപ്പം ഈ ഒരു ഇൻസുലിന്റെ പ്രവർത്തനം ശരിയായി നടക്കുന്നില്ല, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ വരുമ്പോൾ. അപ്പൊ ഈ പ്രവർത്തനം നടക്കാത്ത സമയത്ത് അവിടെ നമ്മുടെ ബോഡി അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി, ബോഡിക്ക് അറിയില്ല അവിടെ ഒരു ഇൻസുലിൻ പ്രവർത്തനം നടക്കാത്തതാണ്, ഇൻസുലിൻ കുറവായിട്ടാണെന്ന് വിചാരിച്ചിട്ട് അവിടെ ബോഡി വീണ്ടും ഇൻസുലിന്റെ പ്രൊഡക്ഷൻ നടക്കും. പക്ഷെ അവിടെ അതിന്റെ ഫംഗ്ഷൻ നടക്കാതെ ഈ ഇൻസുലിൻ കൂടി വരും. ബ്ലഡിൽ ഇൻസുലിൻ കൂടിയിട്ട് ഹൈപ്പർ ഇൻസുലിനീമിയ വരും. ഈ ബ്ലഡിൽ ഇൻസുലിൻ കൂടുമ്പോൾ നമ്മുടെ ഓവറിയിൽ എന്ത് സംഭവിക്കും? ഓവറി ബൾക്കി ആവും. അവിടുത്തെ ആൻഡ്രോജൻ ഹോർമോൺസ് കൂടുതലായിട്ട് റിലീസ് ചെയ്യും. ആൻഡ്രോജൻ എന്ന് പറഞ്ഞാൽ മെയിൽ ഹോർമോൺ ആണ്. അത് ലേഡീസിലും റിലീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ കുറച്ചളവിലാണ് നോർമലി റിലീസ് ചെയ്യാറുള്ളത്. പക്ഷെ ഈ ഒരു കേസിൽ ആൻഡ്രോജൻ ഹോർമോൺ കുറച്ച് കൂടുതൽ റിലീസ് ചെയ്യും. നമ്മുടെ ഫീമെയിൽ ഹോർമോൺസിനെക്കാട്ടും കൂടുതലായിട്ട് ആൻഡ്രോജൻ ഹോർമോൺസ് ആണ് റിലീസ് ചെയ്യുന്നത്. ഫീമെയിൽ ഹോർമോൺസ് ആയ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും അത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഹോർമോൺ ആണ്. അതിനേക്കാൾ കൂടുതലായിട്ട് ഈ ആൻഡ്രോജൻ ഹോർമോൺസ് റിലീസ് ആവും. അപ്പൊ ഈ ആൻഡ്രോജൻ ഹോർമോൺ റിലീസ് ആവുന്നത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഈ കുറച്ച് വോയിസിലുള്ള ചേഞ്ചും പിന്നെ അതുപോലെ തന്നെ രോമവളർച്ച ആ ഒരു സിംറ്റംസ് ഒക്കെ വരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഓവുലേഷൻ, അതായത് അണ്ടവിസർജനം കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല. അവിടുത്തെ ഈ ചേഞ്ച് കാരണം അണ്ടവിസർജനം നടക്കുന്നില്ല. അങ്ങനെ
ഈ അണ്ടവിസർജനം നടക്കാത്ത ഈ അണ്ടങ്ങള് നമ്മുടെ ഓവറിയിൽ അടിഞ്ഞിട്ട് അവിടെ ഒരു സിസ്റ്റ് ആയിട്ട് അങ്ങനെ അടിഞ്ഞു വരും. ഒരു മാല പോലെ ഇങ്ങനെ ചെയിൻ ആയിട്ട് അവിടെ അപ്പിയർ ചെയ്യും. അതിനെ നമ്മളൊരു സ്കാൻ ചെയ്യുമ്പോൾ ഒരു US സ്കാൻ ചെയ്യുമ്പോൾ ഒരു നെക്ലേസ് പാറ്റേൺ ആയിട്ട് കാണാറുണ്ട്. അതാണ് ഈ ഒരു PCOD ഉണ്ടാവാനുള്ള മെയിൻ കാരണം. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊരു കണ്ടീഷൻ ഉണ്ടാവുമ്പോഴാണ് ഈ ഒരു നമുക്ക് ഈ ഇൻസുലിന്റെ ഒരു വ്യതിയാനം കാരണമാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഓവുലേഷൻ കറക്റ്റ് ആയിട്ട് നടക്കാതെ വരുന്നു, അങ്ങനെ സിസ്റ്റ് ആയിട്ട് അടിഞ്ഞ് ഓവറിൻ സിസ്റ്റ് ആയിട്ട് മാറുന്നു. പിന്നെ അതുപോലെ തന്നെ ജനറ്റിക് ആയിട്ടും വളരെ ഒരു ഫാക്ടറായിട്ട് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള നമ്മുടെ മുമ്പുള്ള തലമുറയിലൊന്നും ഈ ഒരു PCOD അതുപോലെ തന്നെ ഈ ഒരു PCOD കാരണം ഇൻഫെർട്ടിലിറ്റി ഒന്നും അത്ര ഒരു കോമൺ ആയിട്ടിരുന്നില്ല. പക്ഷെ ഇപ്പം അത് നല്ലോണം കൂടി വരുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കാം അത് നമ്മുടെ എന്തുകൊണ്ടായിരിക്കും, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കൊണ്ട് തന്നെയാണ്. നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല. എല്ലാവർക്കും അറിയാം എന്താണ് കഴിക്കേണ്ടത് കഴിക്കേണ്ടാത്തത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ആരും അതുപോലെ ചെയ്യൂല. ആവശ്യമില്ലാത്തത് കുറെ നമ്മൾ കഴിക്കും ചെയ്യും, ആവശ്യമുള്ളത് നമ്മുടെ ശരീരത്തേക്ക് കിട്ടൂല. പിന്നെ അതുപോലെ തന്നെ ഒരു സെഡൻഡറി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ്. നമ്മൾ ജോലിയാണെങ്കിലും പിന്നെ അതുപോലെ പഠനമാണെങ്കിലും ഒക്കെ നമ്മൾ ഒരു ഫോണായിട്ടും ലാപ്പായിട്ടൊക്കെ അങ്ങനെ ഒരു സെഡൻഡറി ലൈഫ് ഹാബിറ്റ്സ് ആണ്. പിന്നെ എക്സസൈസ് ഒക്കെ വളരെ കുറവാണ് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലില്. പിന്നെ അതൊക്കെയാണ് ഈ ഒരു ഡിസീസ് കൂടാനുള്ള കാരണം. ഈ ഒരു മിനിറ്റ്. അപ്പൊ ഈ ഒരു രണ്ട് കാരണമായിട്ടാണ് ഈ ഒരു PCOD എന്നുള്ള ഒരു കണ്ടീഷനിലോട്ട് എത്തുന്നത്. അപ്പൊ നമുക്ക് PCOD ആണെന്ന് കൺഫേം ചെയ്യാൻ ഈ ഒരു മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റീസ്, അതായത് ഞാൻ പറഞ്ഞു പല സ്ത്രീകളിലും പല തരത്തിലാണ് ഈ PCOD പ്രസന്റ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ നോർമൽ ബ്ലഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഹെവി ബ്ലഡ് ആയിരിക്കും, അല്ലെങ്കിൽ സ്കാൻജി ആയിരിക്കും, അല്ലെങ്കിൽ വരുന്നതൊക്കെ ഉണ്ട്. അതിന്റെ കൂടെ ഈ ഒരു സിംറ്റംസും കൂടി വെയിറ്റ് ഗെയിൻ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിംറ്റം ആണ് വെയിറ്റ് ഗെയിനും, പിന്നെ ഹെയർ ഗ്രോത്ത്, ഹെയർ ഫോള്, അങ്ങനത്തെ ഹെയർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഫേസിലായിരിക്കും. നമ്മുടെ ആണുങ്ങൾക്കുള്ള ഹെയർ ഗ്രോത്ത് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പം ഇതിന്റെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ആണ് ഇൻഫെർട്ടിലിറ്റി. ഒരു 20 to 30% ഓഫ് ഇൻഫെർട്ടിലിറ്റിക്കും കാരണം ഈ ഒരു PCOD ആണ്. അപ്പം ഈ ഒരു ഇൻഫെർട്ടിലിറ്റിക്ക് കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് കറക്റ്റ് ആയിട്ട് ഓവുലേഷൻ നടക്കുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലായിരിക്കും ഓവുലേഷൻ നടക്കുന്നത്. അപ്പൊ ഓവുലേഷൻ ഡേറ്റും ഒരിക്കലും കറക്റ്റ് ആയിട്ട് അറിയില്ല. അത് കാരണം സെക്ഷൽ കോണ്ടാക്റ്റും ആ ഒരു ടൈമില് കറക്റ്റ് ആയി നടക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അവരിതിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ സിംറ്റത്തിന്റെ പുറമെ USGയും പിന്നെ USG ഞാൻ പറഞ്ഞു നേരത്തെ ഒരു നെക്ലേസ് അപ്പിയറൻസ് ആയിട്ട് ഒരു നെക്ലേസ് പാറ്റേൺ ഓവത്തിൽ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓവുലേഷൻ സ്റ്റഡീസ് ഉണ്ട്. അത് രണ്ടും നോക്കിയാൽ നമുക്ക് ഈ ഒരു PCOD കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു അസുഖമാണ് ഈ ഒരു PCOD. എന്തെങ്കിലും സംശയം ഉണ്ടോ PCODയില്? PCOD കുറിച്ച് പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് തൈറോയ്ഡ് റിലേറ്റഡ് ഡിസീസ്. തൈറോയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെക്കിന്റെ ഫ്രണ്ടിലുള്ള ഒരു ഗ്ലാൻഡ് ആണ്. ആ ഒരു തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് നമുക്ക് ആവശ്യമുള്ള തൈറോയ്ഡ് ഹോർമോൺ, അതായത് T3, T4, കാസ്റ്റോണിൻ അങ്ങനെ പറഞ്ഞ 3-4 ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത് ഈ ഒരു തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. ഈ ഒരു തൈറോയ്ഡ് ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റിപ്രൊഡക്റ്റീവിലും ഉണ്ട്, അതുപോലെ തന്നെ മെറ്റബോളിസത്തിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ആണ്. അതായത് ഫീമെയിലിന് മാത്രമല്ല മൊത്തം നമ്മുടെ ബോഡീനെ അഫക്ട് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് തൈറോയ്ഡ് ഹോർമോൺ. അപ്പം തൈറോയ്ഡ് ഹോർമോണിൽ തന്നെ 2 കണ്ടീഷൻ ആയിട്ട് കാണാം. ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഒന്നും കൂടെ പറയാണ്.
ഹോർമോൺ കുറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, ഹോർമോൺ കൂടുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയും. ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ആവശ്യമുള്ള തൈറോയിഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതായത് T3 T4 എന്ന് പറഞ്ഞ ഹോർമോൺ ബോഡിയിൽ ഉണ്ടാവുന്നില്ല. അത് കാരണം അവരിതിൽ TSH തൈറോയിഡ് ഹോർമോൺ ഉണ്ടാവാൻ വേണ്ടിയുള്ള TSH എന്ന ഹോർമോൺ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു കണ്ടീഷനാണ് ഹൈപ്പോതൈറോയിഡിസം. നേരെ തിരിച്ച് നമ്മുടെ ബോഡിയിൽ തൈറോയിഡ് എന്ന് പറഞ്ഞ ഹോർമോൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, T3യും T4ഉം. അത് കാരണം ഈ TSH വളരെ കുറവായിരിക്കും. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഹൈപ്പർ തൈറോയിഡിസം. ഈ രണ്ട് കണ്ടീഷനിലും നമ്മുടെ പീരീഡ്സിൽ ചേഞ്ച് വരാം. പക്ഷെ രണ്ടിലും രണ്ട് വ്യത്യസ്ത രീതിയിലാണ് കാണുന്നത്. ഈ ഹൈപ്പോ തൈറോയിഡിസത്തിൽ വരുന്നത് കൂടുതലായിട്ടും ഹെവി ബ്ലീഡിംഗ് ആയിരിക്കും. നല്ല ബ്ലീഡിംഗ് നല്ല ഉണ്ടാവും. അതുപോലെ തന്നെ പെയിൻ ഉണ്ടാവാം. പിന്നെ ഇടക്കിടക്ക്, അതായത് ഡേറ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ ബ്ലീഡിംഗ് ഉണ്ടാവാം. പിന്നെ അതിന്റെ കൂടെ വരുന്ന ബാക്കി സിംറ്റംസും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹൈപ്പോ തൈറോയിഡിസത്തിലോട്ട് മനസ്സിലാവുന്നത്. ഈ തൈറോയ്ഡ് ഹോർമോൺ നമ്മുടെ ബോഡിയുടെ എല്ലാത്തിനും ആവശ്യമുള്ള ഒരു ഹോർമോണാണ്. അത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാത്തൊരു അവസ്ഥയാണ് ഈ ഹൈപ്പോ തൈറോയിഡിസം. അതിനാൽ നമുക്ക് നമ്മുടെ മൈൻഡ്, അതായത് ആങ്സൈറ്റി, ഡിപ്രഷൻ തുടങ്ങിയ അസുഖങ്ങൾ വരും. പിന്നെ വെയിറ്റ് ഗെയിൻ വരും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടായിരിക്കും. വയറ്റിന്ന് പോകാൻ ബുദ്ധിമുട്ട്, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നെയിലിന്റെ അറ്റൊക്കെ ബ്രിട്ടിൽ പൊട്ടിപ്പോകും. അങ്ങനത്തെ ഒക്കെ സിംറ്റംസ് അതിന്റെ കൂടെ ഈ മെൻസസ് ഹെവിനെസിന്റെ കൂടെ, മെൻസസ് ഹെവി ആകുന്നതിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് അവിടെ ഹൈപ്പോ തൈറോയിഡിസം നോക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ അതിലുള്ള സിംറ്റംസ് മെൻസസ് ഡിലേ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ പ്യൂബേർട്ടി ഒന്നും ആയിട്ടില്ലെങ്കിൽ പ്യൂബേർട്ടി ആവുന്നതൊക്കെ കുറച്ചും കൂടി ഡിലേ ആയിട്ടായിരിക്കും. മെൻസസ് വരുന്നതൊക്കെ വളരെ സ്കാൻജി ആയിട്ടായിരിക്കും. നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക ഹൈപ്പർ തൈറോയിഡിസത്തിൽ. അപ്പൊ അതിന്റെ കൂടെ തന്നെ ബാക്കി സിംറ്റംസ് ഭയങ്കര വിറയലും, പിന്നെ പാൽപിറ്റേഷൻ, നമുക്ക് കിതപ്പ്, അങ്ങനത്തെ തുടങ്ങിയ ഡയറിയ, അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ഇതിന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ അവിടെ ഹൈപ്പർ തൈറോയിഡിസം ആണ്. ഈ രണ്ട് കണ്ടീഷനും നമ്മുടെ പീരീഡ്സിനെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. രണ്ടും രണ്ട് തരത്തിലാണ്. ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ കുറയുന്ന സമയത്ത് ബ്ലീഡിങ് കൂടുതലായിട്ടും ഹോർമോൺസ് കൂടുന്ന സമയത്ത് ബ്ലീഡിങ് കുറവായിട്ടുമാണ്. അപ്പൊ ഇതൊന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ ഈ നമ്മൾ പറഞ്ഞ അസോസിയേറ്റഡ് സിംറ്റംസ് പറഞ്ഞു, ഇതിന്റെ കൂടെ വരുന്ന മെൻസസിന്റെ കൂടെ വരുന്ന ഈ ബാക്കി സിംറ്റംസ് നോക്കിയിട്ട് കൺഫേം ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നമുക്ക് കൺഫേം ചെയ്യണമെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് T3ന്റെയും T4ന്റെയും TSHന്റെ ഒക്കെ ലെവൽ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ഇത് രണ്ടും, ഈ ഒരു രണ്ട് കണ്ടീഷനും നമ്മുടെ ഓവുലേഷനെ ബാധിക്കും. പിന്നെ അതുപോലെ തന്നെ അതൊരു ഇൻസുലിൻ റെസിസ്റ്റൻസിലോട്ട് കണ്ടീഷൻ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ PCOD ഉണ്ടാവുന്ന ആ ഒരു കണ്ടീഷനിലോട്ട് എത്തും ഈ ഹോർമോണൽ ചേഞ്ച് കാരണം. അങ്ങനെ ആ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും, ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഒരു PCOD എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനിലോട്ട് വരും. അങ്ങനെ ഇൻഫെർട്ടിലിറ്റിയും ഒക്കെ ഉണ്ടാവുന്നത് ആ ഒരു വഴിയാണ്, ഈ ഒരു ഹോർമോണൽ ചേഞ്ച് കാരണം. അപ്പം ഇതാണ് തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ്. ഹൈപ്പോയും ഹൈപ്പറും രണ്ടും മെൻസസിനെ ബാധിക്കുന്നു. കോംപ്ലിക്കേഷനൊക്കെ ആയിട്ട് ഇൻഫെർട്ടിലിറ്റി വരെ ഉണ്ടാവാറുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. മാം, പറയൂ. എനിക്ക് പീരീഡ്സ് ഒരു 5 days നേരത്തെയാണ് വരിക. എല്ലാ മാസവും അങ്ങനെ തന്നെയാണ്. പക്ഷെ ജസ്റ്റ് കളർ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു 4 ദിവസം. പിന്നെയാണ് ബ്ലീഡിങ് വരിക നല്ലോണം. പക്ഷെ ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ് ഇല്ല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ഒരാഴ്ചൻ്റെ ഉള്ളിൽ എല്ലാം കഴിയും. അതെന്തായിരിക്കും അങ്ങനെ വരാൻ കാരണം? നേരത്തെ എത്ര ഡേയ്സ് എന്നാ പറഞ്ഞത് നേരത്തെ വരുന്നത്? 5 days ഒക്കെ നേരത്തെ ആയിരിക്കും. ഒരു 3 വർഷമായിട്ടാണ് ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഈ ഒരു ഇത് വന്നത്. അല്ലാതെ എല്ലാം കറക്റ്റ് സെയിം ഡേറ്റിന്. ഓ, ഡെലിവറിക്ക് ശേഷം അങ്ങനെ എങ്ങനെയെങ്കിലും ആണോ എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനൊന്നുമല്ല. എനിക്ക് 3 കുട്ടികളുണ്ട്. മൂന്നാമത്തെ കുട്ടിക്ക് ഒരു 1.5 വയസ്സായ സമയത്താണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നത്. ഇപ്പൊ ടോട്ടലി എത്ര ഡേയ്സ് ആവുന്നുണ്ട്? അതൊരാഴ്ച കൊണ്ട് കഴിയും. കഴിയും. അത് വലിയ വിഷയം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ മാതിരി എന്തെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും. ഡിസീസ് ആകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സിംറ്റംസ് ഉണ്ടാവും. ഇപ്പൊ PCODക്കൊക്കെ സിംറ്റംസ് കുറവാണ്. അത് മെയിൻ ആയിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ പെട്ടത് കാരണം അതിന് സിംറ്റംസ് കുറവായിരിക്കും. എല്ലാവർക്കും ഒരുപോലെ സിംറ്റംസ് കാണണമെന്നില്ല. ചിലർക്ക് നോർമലി
ഡേറ്റ്സ് ഒക്കെ സെയിം തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ബ്ലീഡിംഗിൽ മാത്രം ഒരു മാറ്റം വരുന്നതും അങ്ങനെ പല തരത്തിലാണ്. പിന്നെ എല്ലാത്തിനും കൺഫർമേറ്ററി നമുക്ക് ഈ ഒരു USG അൾട്രാസൗണ്ട് ചെയ്താൽ മാത്രമേ കൺഫേം ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ചെറിയ നമുക്ക് ഡേറ്റിലൊന്നും ഇപ്പൊ ചെറിയൊരു മാറ്റാണല്ലോ, നമ്മളെ വല്ലാണ്ട് ബാധിക്കുന്ന തരത്തിലില്ല എങ്കിൽ ചെറിയൊരു മാറ്റം ഉള്ളെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് ലൈഫ് സ്റ്റൈൽ, ഈ എക്സസൈസും പിന്നെ ഫുഡ്, സ്ലീപ്പ് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതൊന്നും നമ്മൾ ലേഡീസ് അധികം ശ്രദ്ധിക്കൂല. നമ്മള് എക്സസൈസ് എങ്ങനെ ചെയ്താല് വ്യത്യാസം ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഒരു ആ പ്രാവശ്യം അങ്ങനെ ചെയ്ത സമയത്ത് എനിക്ക് റെഗുലർ ആയിണ്ടായി. അത് പറഞ്ഞത് നമ്മുടെ ബോഡിക്ക് ഒരു ആവശ്യമുള്ള ഒരു സമയത്തുള്ള നമ്മൾ കൊടുക്കണം എക്സസൈസ്. അല്ലെങ്കിൽ ഏതെങ്കിലും മൂന്നിലും ചിലപ്പം ലേഡീസ് വളരെ പിന്നോട്ടാണ്. കൂട്ടുകാർ ശ്രദ്ധിക്കണ കാര്യത്തിലും പിന്നെ എക്സസൈസ് ആവുന്നെങ്കിൽ നടക്കുക, അല്ലെങ്കിൽ നമുക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ യോഗ ചെയ്യാം, എങ്ങനെയുണ്ടല്ലോ. പിന്നെ സ്ലീപ്പിനും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ എല്ലാ ഹോർമോണൽ ചേഞ്ചിനും നമ്മള് അധിക പേരും ലേറ്റ് ആയിട്ട് കിടക്കുന്നു, പിന്നെ രാവിലെ മോർണിംഗിൽ എണീക്കേണ്ടി വരും കുട്ടികളെ പറഞ്ഞേക്കാനൊക്കെ. അപ്പൊ ഒരു സ്ലീപ്പ് കറക്റ്റ് ആയിട്ട് കിട്ടൂല. ശരിക്കും ഒരു പ്രോപ്പർ ആയിട്ട് നമുക്കൊരു 8 hours എങ്കിലും നമുക്ക് സ്ലീപ്പ് കിട്ടിയാൽ മാത്രമേ നമുക്കൊരു റീഫ്രഷ് വരുള്ളൂ. നമുക്ക് തന്നെ ഫീൽ ചെയ്യില്ല രാത്രിയിലെ എന്ന് എണീക്കുമ്പോ ഒരു റീഫ്രഷ് അല്ലാത്തൊരു ഇത്. അത് നമ്മുടെ ബോഡിനെയും ബാധിക്കും. അപ്പം ഈ ഒരു ചേഞ്ച് ഒക്കെ വരും. അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നോക്കാട്ടോ. ഓക്കെ, താങ്ക് യു മാം. അപ്പോ അടുത്തതായിട്ട് നമ്മൾ പറയാനുള്ളത് ഫൈബ്രോയിഡ് ആണ്. എല്ലാവർക്കും അറിയായിരിക്കും ഫൈബ്രോയിഡ് കണ്ടീഷന്. ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാല് നമ്മുടെ യൂട്രസിന്റെ മസിൽ ടിഷ്യൂവിൽ വരുന്ന ഒരു ഗ്രോത്ത് ആണ്. ഒരു നോൺ ക്യാൻസറൈസ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. അതും വളരെ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ചിലരിൽ ഈ ഒരു ഫൈബ്രോയിഡ് ഉണ്ടെങ്കിലും അവർക്ക് ഒരു സിംറ്റം കാണൂല. ചിലവർക്ക് പക്ഷെ നല്ല സിംറ്റം ഉണ്ടാവും, നല്ല ബ്ലീഡിങ് ഉണ്ടാവും. ആ ഒരു ബ്ലീഡിങ് കാരണം അവർക്ക് അനീമിയ വരെ ഉണ്ടാവാറുണ്ട്. മെൻസസിന്റെ ടൈമിൽ നല്ല പെയിൻ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഒരു ഹെവിനെസ്, ഒരു ലോവർ അബ്ഡോമനിലെ വയറിന്റെ അടിഭാഗത്ത് നമുക്കൊരു ഹെവിനെസ് ഫീൽ ചെയ്യാം. ഈ ഒരു ഫൈബ്രോയിഡ് വളരുന്നതിനനുസരിച്ച് നമുക്കൊരു ഹെവിനെസ് ഫീൽ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ചിലവർക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും. തൊടുമ്പോൾ നമുക്ക് വയറിന്റെ അടിഭാഗത്ത് അങ്ങനെ ഒരു മുഴ ഉള്ളത് ഫീൽ ചെയ്യാൻ പറ്റും. പേഷ്യന്റിന് തന്നെ ഫീൽ ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പൊ അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ചിലവരിൽ കാണും. പക്ഷെ ചിലവരിൽ ഞാൻ പറഞ്ഞു ഒരു സിംറ്റംസും ഉണ്ടാവില്ല. അപ്പൊ അവർ ആക്സിഡന്റലി എന്തെങ്കിലും സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു ഫൈബ്രോയിഡ് ഉണ്ടെന്ന് കാണുന്നത്. ചിലപ്പോൾ പ്രഗ്നൻസി ആവാത്തത് കാരണം സ്കാൻ ചെയ്യേണ്ടി വരുമ്പോൾ എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് കാണുന്നു ചിലവരിലാണെങ്കിൽ പ്രഗ്നൻസിയിൽ നമ്മൾ സ്കാൻ ചെയ്യല്ലോ, ആ ഒരു സമയത്ത് ആണ് കണ്ടുവരുന്നത്. അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സിംറ്റം ഇല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാല്. കാരണം അത് ഒരു വളരെ സ്ലോലി സാവധാനം വളരുന്ന ഒരു ഗ്രോത്ത് ആണ്. അതൊരു ക്യാൻസറസിലോട്ട് പോകാനുള്ള ചാൻസും വളരെ കുറവാണ്. ചില ടൈപ്പ് ഉണ്ട്, ഒരു ക്യാൻസറസ് ടെൻഡൻസി ഉള്ള ഒരു സെല്ലുലാർ ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഫൈബ്രോയിഡ് ഉണ്ട്. അത് മാത്രമാണ് ഒരു ക്യാൻസറസിലോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉള്ളത്. അത് ഒരു ഏളി തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യണം കണ്ടുപിടിച്ചാല്. ബാക്കി ഫൈബ്രോയിഡ് ഒക്കെ ഒരു 1 ഇയറിൽ ഒരു 2 സെന്റിമീറ്റർ ആണ് നോർമലി ഗ്രോത്ത് അതിന്റെ. അപ്പൊ നമ്മളൊരു 6 months ഒരു ചെക്കപ്പ് നടത്തിയാൽ മതി. അപ്പൊ ആ ഒരു ടൈമിൽ ചെക്ക് ചെയ്യണ ടൈമിൽ അതിലും കൂടുതലായിട്ട് ഇത് വളരുന്നുണ്ടെങ്കിൽ, ഇപ്പം 6 months ഒരു 1 സെന്റിമീറ്റർ ആണ് വളരേണ്ടത്, അതിലും കൂടുതലായിട്ട് വളരുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അതിന് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ അത് ഒരു ഈസ്ട്രജൻ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു ഫൈബ്രോയിഡ് ആണ്. അതായത് നമ്മുടെ മെനപ്പോസ് കഴിഞ്ഞ ആർത്തവ കഴിഞ്ഞാൽ അത് ചുരുങ്ങിപ്പോകും. കാരണം നമ്മുടെ ബോഡിയിൽ ഈസ്ട്രജന് കുറഞ്ഞു വരും. അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ ഇപ്പൊ നോർമലി ഈ ഒരു ഫൈബ്രോയിഡ് ഉള്ള ആൾക്ക് പ്രഗ്നന്റ് ആവുമ്പം ഈ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ കൂടല്ലോ. ആ ഒരു ടൈമിലും ഈ ഒരു ഗ്രോത്ത് നല്ലോണം വലുതാവും ഈ ഫൈബ്രോയിഡ്. പിന്നെ പ്രഗ്നൻസിക്ക് ശേഷം നമ്മുടെ ഹോർമോണ് ബാക്ക് ടു നോർമൽ ആവുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഇത് ചുരുങ്ങിപ്പോകും. ഫുള്ളായിട്ട് പോകില്ല, അതിന്റെ സൈസ് കുറയും. അപ്പം വലിയ പ്രശ്നമില്ലാത്തൊരു ഗ്രോത്ത് ആണ് പലരിതിലും. പക്ഷെ ചിലരിതിൽ സിംറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. സിംറ്റംസ് ഉണ്ടെങ്കിൽ എന്തായാലും പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കണം. കാരണം അത് ചിലവർക്ക് സിവിയർ ആയിട്ട് ബ്ലീഡിങ് വന്നിട്ട് അനീമിയയിലോട്ട് വരെ വരുന്നുണ്ട്. പിന്നെ വേറൊരു സിംറ്റം ഈ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഈ ഒരു ഗ്രോത്ത്, ഇത് പ്രശ്നമില്ലാത്ത ഗ്രോത്ത് അല്ല, പക്ഷെ അത് സൈസ് ചിലവരിതില് വലിയ സൈസ് ആവുന്നുണ്ട്. വലിയ സൈസ് ആവുമ്പം ഗ്രാജുവലി ആണ് വളരുന്നെങ്കിലും ആ ഒരു വളർച്ച വലുതാവുന്നതിനനുസരിച്ചിട്ട് അടുത്തുള്ള ഓർഗൻസ്, ഇപ്പം ഈ നമ്മുടെ യൂട്രസിന്റെ മുമ്പില് മൂത്രാശയം, പിമ്പില് മലാശയം ആണല്ലോ. അപ്പൊ അതിമേലൊരു പ്രഷർ കൊടുക്കും. ഈ മൂത്രസഞ്ചിന്റെ മേലോട്ട് ഒരു പ്രഷർ കൊടുത്തിട്ട് നമുക്ക് എപ്പോഴും ഒരു യൂറിനേഷൻ മൂത്രമൊഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും.
പിന്നെ അതുപോലെ തന്നെ നമ്മളൊന്ന് തുമ്പുമ്പോഴോ ചുമക്കുമ്പോഴൊക്കെ മൂത്രം പോകുന്നത് കാണാറുണ്ട് ചിലരിൽ. അതൊക്കെ ഈ ഫൈബ്രോയിഡിന്റെ പ്രഷർ സിംറ്റംസ് ആയിരിക്കാം. ചിലർക്ക് വേറൊരു സിംറ്റം ഉണ്ടായില്ല, ഈ ഒരു സിംറ്റംസ് മാത്രമായിട്ടായിരിക്കും കാണുന്നത്. അത് ഈ ഒരു ഫൈബ്രോയിഡിന്റെ പ്രഷർ കൊണ്ട് സംഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കാലിലുള്ളൊരു നെർവ് ഉണ്ട്, ഒരു സയാറ്റിക് നെർവ്. ആ നെർവ് മേലെ പോയിട്ട് പ്രഷർ കൊടുത്തിട്ട് നമുക്ക് ബാക്ക് പെയിനും, ബാക്ക് പെയിൻ എന്ന് വന്നിട്ട് കാലിന്റെ ബാക്കിലോട്ട് അവിടെ ഒക്കെ വേദന ഉണ്ടാവുന്നതും കാണാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ ഫൈബ്രോയിഡ് കൊണ്ട് ഉണ്ടാവുന്നത്. ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാല് വലിയ പ്രശ്നമുള്ള ഗ്രോത്ത് അല്ല. ചിലവരിൽ നല്ല സിംറ്റംസ് ഉണ്ടാക്കുന്നതാണ്. സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കണം. പിന്നെ ഈ ഒരു പ്രഷർ സിംറ്റംസും കാരണം അതും ചിലർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഒന്ന് ചുമക്കുമ്പോഴേക്ക് മൂത്രം പോകുന്നതും അങ്ങനത്തെ സിംറ്റംസും വളരെ ബുദ്ധിമുട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് കൺഫേം ചെയ്യണമെങ്കിൽ നമുക്ക് അൾട്രാസൗണ്ടും സ്കാൻ ചെയ്താൽ മാത്രമേ, പിന്നെ അതുപോലെ തന്നെ അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ട് MRI കൂടെ ചെയ്താൽ നമുക്ക് അതിന്റെ കറക്റ്റ് പൊസിഷനും പിന്നെ അതിന്റെ എത്ര സൈസും ഒക്കെ കറക്റ്റ് ആയിട്ട് അതിൽ പല ടൈപ്പിലും കാണുന്നുണ്ട്. ഈ യൂട്രസിന്റെ പല ഭാഗത്തായിട്ടും മസിൽസിന്റെ ഉള്ളിലായിട്ടും പുറത്തായിട്ടും പല ടൈപ്പും ഈ ഒരു ഫൈബ്രോയിഡ് ഉണ്ട്. അതില് പലതിനും പല കോംപ്ലിക്കേഷനും പല സിംറ്റംസ് ഒക്കെ ആയിരിക്കും. അപ്പൊ അതിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പം അതൊക്കെ കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ MRI സ്കാനിങ് വേണ്ടി വരും. സർജറി ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് MRI സ്കാനിങ് ഒക്കെ ചെയ്തിട്ടാണ്. അപ്പം ഇതാണ് ഒരു കണ്ടീഷൻ. ഇപ്പൊ മൂന്ന് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. PCODയും പിന്നെ തൈറോയ്ഡ് റിലേറ്റഡ് ഡിസീസും ഫൈബ്രോയിഡും ഒക്കെ പറഞ്ഞു. ഫൈബ്രോയിഡ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. സമയം കുറച്ചായത് കാരണം ഞാൻ അടുത്ത ഡിസീസിലോട്ട് പോവാണ്. അടുത്തത് എന്ന് പറയുന്നത് എൻഡോമെട്രിയോസിസ്. എൻഡോമെട്രിയോസിസ് അത്ര കോമൺ ആണ് ഇപ്പം. എന്നാലും ബാക്കി PCODന്റെ ഫൈബ്രോയിഡിന്റെ അത്ര എല്ലാവർക്കും അറിയണമെന്നില്ല. അതൊരു കുറച്ചും കൂടി ഒരു പെയിൻഫുൾ ആയിട്ട് കുറച്ചൊരു വേദന ഉള്ള ഒരു സിംറ്റം ആണ്. കുറച്ചും കൂടി പ്രയാസമുള്ള ഒരു അസുഖം തന്നെയാണ്. എൻഡോമെട്രി എന്ന് പറഞ്ഞാല് നമ്മുടെ യൂട്രസിന്റെ ഉള്ളിലുള്ള ഒരു ലൈനിങ് ആണ്. യൂട്രസിന്റെ ഏറ്റവും ഉള്ളത്തെ ലൈനിങ് ആണ് എൻഡോമെട്രിയം. അപ്പം നോർമലി ഒരു മെൻസ്ട്രേഷൻ നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഈ നമ്മുടെ ബോഡിയിൽ ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോണിന്റെ ഇൻഫ്ലുവൻസിൽ ഈ എൻഡോമെട്രിയം എന്ന് പറഞ്ഞ സംഭവം അങ്ങനെ തിക്കൻ ചെയ്യും, കട്ടി കൂടി വരും. അവിടെ കട്ടി കൂടിയിട്ട് അവിടെ നമ്മുടെ പ്രഗ്നൻസിക്ക് വേണ്ടി ഫെർട്ടിലൈസേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു യൂട്രസിന്റെ വാളിന്. പക്ഷെ പ്രഗ്നൻസി ഓവുലേഷൻ നടന്നു, ഫെർട്ടിലൈസേഷൻ നടന്നില്ല എങ്കിൽ ആ ഒരു സമയത്ത് ഈ എൻഡോമെട്രിയം അവിടുന്ന് റപ്ചർ ചെയ്ത് പൊട്ടിയിട്ട് വജൈന വഴി ബ്ലീഡിങ് ആയിട്ട് പോകും. അതാണ് മെൻസസ്. അതെല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ പ്രഗ്നൻസിക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന സംഭവങ്ങളാണ് ഈ എൻഡോമെട്രിയം. അത് ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ ഓരോ മന്തിലും അത് പൊട്ടി ഈസ്ട്രജന്റെ ലെവൽ കുറയുന്ന സമയത്ത് അത് പൊട്ടിയിട്ട് പിന്നെ അത് ബ്ലീഡിങ് ആയിട്ട് വരുന്നതാണ് മെൻസ്ട്രേഷൻ. അപ്പൊ ഈ എൻഡോമെട്രിയം എന്ന് പറഞ്ഞ ഈ ടിഷ്യൂ നമ്മുടെ നോർമലി ഉണ്ടാവുന്നത് യൂട്രസിനകത്താണ്. അതല്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് അതിന്റെ ഗ്രോത്ത് ഉണ്ടാവുന്നു. അതാണ് ഈ എൻഡോമെട്രിയോസിസ്. അതിപ്പം ഒരു ഫീമെയിൽ ഓർഗൻസ് ആവണമെന്നില്ല. അപ്പൊ നമ്മുടെ യൂട്രസിന്റെ രണ്ട് സൈഡിലായിട്ടും ഓരോ ട്യൂബ് ഉണ്ട്. അതിന്റെ രണ്ടറ്റത്തായിട്ടും അതിന്റെ അണ്ടാശയുണ്ട്. അതിന്റെ സ്ട്രക്ചർ ഒക്കെ ഒരു വിധം എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ ഈ രണ്ട് അണ്ടാശയത്തിലോ അല്ലെങ്കിൽ രണ്ട് സൈഡിലുള്ള ട്യൂബിലോ ഒക്കെ ഈ എൻഡോമെട്രിയൽ ടിഷ്യൂ വളരും. പിന്നെ അതുപോലെ തന്നെ വേറെ ഓർഗൻസ് നമ്മുടെ ഗർഭപാത്രത്തിന്റെ അടുത്തായിട്ടുള്ള രണ്ട് ഓർഗൻസ് ആണ് ഏത്, പിന്നെ റെക്റ്റും ബ്ലാഡറും, മൂത്രസഞ്ചി മലാശയം. ആ രണ്ട് ഓർഗൻസിലും ഒക്കെ ഈ എൻഡോമെട്രിയൽ ടിഷ്യൂ പോയിട്ട് വളരുന്നു. ഈ എൻഡോമെട്രിയൽ ടിഷ്യൂ വളരുന്നത് കാരണം ഈസ്ട്രജന്റെ ലെവൽ നമ്മുടെ ബോഡിയിൽ നോർമലി ഈ ഒരു മെൻസ്ട്രൽ സൈക്കിൾ നമ്മുടെ ബോഡിയിൽ നടന്നുകൊണ്ടിരിക്കുമല്ലോ. ആ ഒരു സമയത്ത് ഈസ്ട്രജൻ എങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഈസ്ട്രജന്റെ ഇൻഫ്ലുവൻസ് ഈ എവിടെയാണോ എൻഡോമെട്രിയൽ ടിഷ്യൂ, നമ്മുടെ ഗർഭപാത്രത്തിലല്ല ഇപ്പൊ ഉള്ളത്, ബാക്കി പല സ്ഥലത്തുമാണ്, അവിടെയും ഇതിന്റെ തിക്കനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ കട്ടി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു സമയത്ത് ഈസ്ട്രജൻ കുറയുന്ന സമയത്ത് അത് ബ്രേക്ക് ഡൗൺ ആയതിനു ശേഷം അതിന് പുറത്തോട്ട് പോകാനുള്ള വഴിയില്ല. കാരണം വജൈന വഴി യൂട്രസിലുള്ളത് വജൈന വഴി പുറത്തോട്ട് പോകണ മാതിരി ഇതിന് വേറെയുള്ള സ്ഥലത്ത് ഈ എൻഡോമെട്രിയൽ ഗ്രോത്ത് നടന്നാൽ അതിന് റിലീസ് ആകാനുള്ള സ്പേസ് ഇല്ല. അപ്പൊ അത് കാരണം എന്ത് സംഭവിക്കുന്നു, അത് അവിടെ തന്നെ അടിഞ്ഞുകൂടി അവിടെ ഇൻഫെക്ഷനും ഇറിറ്റേഷനും ഒക്കെ ആയിട്ട് വരുന്നു. അങ്ങനെയാണ് ഈ എൻഡോമെട്രിയോസിസ് എന്നുള്ള ഒരു കണ്ടീഷൻ വരുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ടാണ് പിന്നെ നമുക്ക് ഭയങ്കര പെയിൻ വരുന്നത്. മെൻസസിന്റെ കൂടെ വളരെ സിവിയർ ആയിട്ടുള്ള പെയിൻ ആയിരിക്കും. പിന്നെ ഓരോ മെൻസസും ഒരു മെൻസസ് കഴിഞ്ഞ് നെക്സ്റ്റ് മെൻസസ് ആകുമ്പോൾ അതിനേക്കാളും സിവിയറിറ്റി കൂടിക്കൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ മെൻസസ് അല്ലാത്ത സമയത്ത് വേദനയായിരിക്കും. പിന്നെ സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് വേദനയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ബാക്ക് പെയിൻ, ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഒരു പെയിൻ ആണ് ഇതിന്റെ മെയിൻ കണ്ടീഷൻ എൻഡോമെട്രിയോസിസ് എന്നുള്ള പറഞ്ഞത്. അതിന്റെ കൂടെ ഹെവി ബ്ലീഡിങ് ഉണ്ടാവും. പിന്നെ നോസിയ, വൊമിറ്റിങ്, ക്ഷീണം, അങ്ങനത്തെ എല്ലാ സിംറ്റംസും ഇതിന്റെ കൂടെ ഉണ്ടാവും. അപ്പം കുറച്ചും കൂടി പ്രയാസമുള്ള ഒരു കണ്ടീഷനാണ്. ബ്ലീഡിങ്ങിന്റെ പുറമേയിട്ട് സഹിക്കാൻ പറ്റാത്തൊരു വേദനയിലോട്ട് പോകുന്നൊരു കണ്ടീഷനാണ് എൻഡോമെട്രിയോസിസ്.
മനസ്സിലാവുന്നുണ്ടോ? യെസ് യെസ്. എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഈ ലാസ്റ്റ് പറഞ്ഞ അസുഖമാണോ വരുമ്പോ അത് DNC ചെയ്യുന്നത്? ആ, ഇത് ഫസ്റ്റ് DNC ചെയ്ത് ചിലവർക്ക് യൂട്രസ് തന്നെ റിമൂവ് ചെയ്യേണ്ടി വരാറുണ്ട്. ഓ, അത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് ആണല്ലേ? ആ, ആ. പിന്നെ ഏതാണോ ഏരിയ കുറച്ചൊരു പ്രിൻസിപ്പൽ അസുഖമാണ് പല സ്ഥലത്തും ഉണ്ടാവുന്നത്. കാരണം ഇപ്പൊ രക്തത്തിലൊക്കെ നമ്മളെ മനാശയത്തിലൊക്കെയാണ് ഈ ടിഷ്യൂ വളർന്നാല് അവിടെ നമുക്ക് വയറ്റിന്ന് പോകുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവും. പിന്നെ ഭയങ്കര പെയിൻ ആയിരിക്കും വയറ്റിന്ന് പോകുമ്പോൾ. പിന്നെ അതേമാതിരി മൂത്രാശയത്തിലാണ് വരുന്നതെങ്കിൽ മൂത്രയിക്കാൻ ബുദ്ധിമുട്ടും അതിന്റെ കൂടെ ബ്ലീഡിങ് അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. കോമൺ ആയിട്ട് പിന്നെ ഈ ഒരു ഫീമെയിൽ റിലേറ്റഡ് ഓർഗൻസിൽ തന്നെയാണ് കാണുന്നത്. പിന്നെ കുറച്ച് റയർ ആയിട്ടാണ് ഈ ബ്ലാഡറിലും രക്തത്തിലൊക്കെ ഉണ്ടാവുന്നത്. ഓവർ ബ്ലീഡിങ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ? യൂട്രസ് റിമൂവ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ഒക്കെ വരുന്നുണ്ടല്ലോ ബ്ലീഡിങ് കൊണ്ട്. അത് ഫൈബ്രോയിഡ് ആണോ അല്ലെങ്കിൽ എൻഡോമെട്രിയോ ഈ ഒരു വിഷയമാണോ? എൻഡോമെട്രിയോസിസ് അത് ഞാൻ പറഞ്ഞു. അത് നമുക്ക് കൺഫേം ചെയ്യണമെങ്കിൽ നമുക്ക് ഈ USG എടുക്കണം. എൻഡോമെട്രിയോസിസിലാണെങ്കിൽ നമ്മൾ എൻഡോമെട്രിയൽ ബയോപ്സി എടുക്കും അത് കൺഫേം ചെയ്യാൻ വേണ്ടി. പിന്നെ ഹെവി ബ്ലീഡിങ് ഫൈബ്രോയിഡിന് വരും, പിന്നെ എൻഡോമെട്രിയോസിസിന് വരും. അപ്പൊ അതിന്റെ കൂടെയുള്ള സിംറ്റംസ് നോക്കും നമ്മള്. ഇതിന് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കൂടുതലായിട്ട് പെയിൻ വരും. ഫൈബ്രോയിഡിന് അത്ര വേദന ഉണ്ടാവാറില്ല. പിന്നെ ഫൈബ്രോയിഡില് പിന്നെ USG എടുക്കുമ്പോൾ തന്നെ ആ ഒരു ഇത് കറക്റ്റ് ആയിട്ട് കിട്ടും, ഗ്രോത്ത് കിട്ടും, ഒരു ഹെവിനെസ് ഫീൽ ഉണ്ടാവും. അതിങ്ങനെ ഒരു വളർച്ചയാണ്. പക്ഷെ ഇത് അങ്ങനത്തെ അത്ര ഒരു പുറത്തോട്ടുള്ള ഒരു വളർച്ചയല്ല എൻഡോമെട്രിയോസിസ്. അപ്പൊ ഏതൊരു കണ്ടീഷനും നമുക്ക് കൺഫേം ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്കാനിങ് വഴി മാത്രമേ പറ്റുള്ളൂ. സിംറ്റം വെച്ചിട്ട് നമുക്ക് അതായിരിക്കാന്ന് സജസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഹോമിയോപ്പതിയിലൊക്കെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സിംറ്റമറ്റോളജിയാണ്, സിംറ്റംസിനാണ് ട്രീറ്റ് ചെയ്യണത്. അപ്പം ഒരു ഡിസീസ് അത് ഈ ഒരു ഡിസീസ് തന്നെ ആവണമെന്ന് ഡയഗ്നോസ് ചെയ്യേണ്ട ഒരു നിർബന്ധമില്ല. പിന്നെ കണ്ടുവരുന്ന ഒരു അസുഖമാണ് PID, ഹലോ പെൽവിക് ഇൻഫ്ലോ. ഹലോ, പറയൂ. ഹലോ കേൾക്കുന്നുണ്ടോ? ആ, എനിക്ക് 32 ഇയേഴ്സിൽ എനിക്ക് ഫൈബ്രോയിഡ് ഉണ്ടായി. ഫൈബ്രോയിഡ് ഉണ്ടായത് മോൻക്ക് ഒരു വയസ്സ്. ഞാൻ പക്ഷേ ഈ സമയത്ത് ഓപ്പറേഷനാണ് ചെയ്തിരുന്നത്. എന്നിട്ട് പോലും എനിക്ക് അതുണ്ട്, അത് കാരണമായിട്ടില്ല. ഒരു 12 ഉണ്ടായിരുന്നു, ഒരു പൊളിച്ച തേങ്ങന്റെ അത്ര വലുപ്പുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിന്റെ ഒരു ലക്ഷണം പോലും ഉണ്ടായിട്ടില്ല. കാരണം ബ്ലീഡിങ്ങിന്റെ പ്രശ്നമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ തൊട്ടറിഞ്ഞിട്ട് മനസ്സിലാക്കിയതാണ്. എനിക്ക് ഡോക്ടർ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ 5 മാസം ഗർഭിണിയാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞ ഗർഭിണിയല്ല. ഞാൻ ആ മാസം മാത്രം എനിക്ക് 15 ദിവസം ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അതൊരു 8 ദിവസം ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അതങ്ങനെ വരാൻ കാരണം എന്തുകൊണ്ടാണ്? കാരണം ഓപ്പറേഷൻ ചെയ്ത് മോൻ എടുത്തത് 1 വയസ്സായിട്ടുള്ളൂ മോൻക്ക്. ആ സമയത്താണ്. അപ്പൊ ഈ ഡോക്ടർ ഈ സമയത്ത് ഇങ്ങനെ ഉണ്ടാവാനും പാടില്ല, ഏജും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതങ്ങനെ വരാൻ കാരണം എന്തുകൊണ്ടാന്നുള്ള ഡൗട്ട്. പ്രഗ്നൻസിന്റെ വന്നത് പ്രസവം കഴിഞ്ഞ് മോൻക്ക് 1 വയസ്സായ സമയത്താണ്. ഞാൻ 6.5 മാസത്തിൽ ജനിച്ചിരുന്നു. മോനെ ഓപ്പറേഷനിലൂടെ എടുത്തത്. കുട്ടീനെ 6.5 മാസമായപ്പോ പെട്ടെന്ന് ബ്ലീഡിങ് ഒന്ന് എടുത്തതാണ് മോനെ. പക്ഷെ അപ്പോഴൊന്നും കണ്ടിട്ടില്ല. പിന്നെ മോൻക്ക് 1 വയസ്സായ സമയത്ത് ഞാൻ തൊട്ടറിഞ്ഞ് മനസ്സിലാക്കിയത്. എനിക്ക് അതിന്റെ ലക്ഷണം ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് ബ്ലീഡിങ്ങിന്റെ പ്രശ്നം അല്ലെങ്കിൽ വേദന ഒന്നുമില്ല. തൊട്ടറിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി മോൻ ഉണ്ട് എന്ന് പറഞ്ഞ. അങ്ങനെ അറിഞ്ഞ് മനസ്സിലാക്കി ഡോക്ടറെ കാണിച്ചതാ. ഡോക്ടർ 5 മാസമായ ഒരു കുട്ടീന്റെ അത്ര എളുപ്പം 5 മാസമായ ഒരു കുട്ടി ഉണ്ട് പറഞ്ഞോട്. 5 മാസമായിട്ടുണ്ട് പ്രഗ്നന്റ് ആയിട്ടെന്ന് പറഞ്ഞു. അപ്പൊ അതങ്ങനെ വരാൻ കാരണം എന്തുകൊണ്ടാന്നുള്ള. ശരിക്കും ഒരുപക്ഷെ ഒരു പ്രഗ്നൻസിയിൽ തന്നെ ഉണ്ടായിരിക്കാം. അത് അന്ന് ഒരുപക്ഷെ കണ്ടെത്താൻ പറ്റാഞ്ഞിട്ടാണോന്ന് അറിയില്ല. കാരണം ഒരു ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോൺ, ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഒക്കെയാണ് ഈ പ്രഗ്നൻസിയിൽ കൂടുന്നത്. ആ ഒരു ഹോർമോൺ ഉള്ള ടൈമിലാണ് ഇതിന്റെ വളർച്ച കൂടുതൽ. ഇപ്പൊ പ്രഗ്നൻസി കഴിയുന്ന ഒരു സമയത്ത് ഈ ഒരു ഹോർമോൺ കുറയും. അപ്പം നോർമലി ആ ഒരു ഗ്രോത്ത് അത് കുറയാണ് വേണ്ടത്. പ്രഗ്നൻസി നമ്മൾ ആ ലാക്ടേഷൻ ഫീഡ് ചെയ്യുന്ന ടൈമിലും പിന്നെ ഡെലിവറി കഴിഞ്ഞ ഉടനെയും ഇതിന്റെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഒരുപക്ഷെ അതിന് മുമ്പ് ഉണ്ടായിട്ട് എങ്ങനെയെങ്കിലും കാണാതെ വന്നതാണോ അറിയില്ല. ഒരു കേസ് ഞാൻ കണ്ടിട്ടുണ്ട്, പ്രസവ സമയത്താണ് അറിയുന്നത് അവിടെ ഈ ഒരു ഇതും കൂടി ഉണ്ട്. അതിന്റെ മുന്നത്തെ സ്കാനിങ്ങിലൊന്നും കണ്ടില്ല. നമ്മുടെ ഡെലിവറിന്റെ ടൈമില് സ്കാൻ ചെയ്തപ്പോഴാണോ PV ചെയ്തപ്പോഴാണോ അറിയില്ല. ആ ഒരു ടൈമിലാണ് ഈ ഒരു ഗ്രോത്തും അവിടെ ഉണ്ടെന്ന് മനസ്സിലാവണത്. അപ്പം അതുപോലെ ചിലപ്പോൾ ആ ഒരു ടൈമിൽ ചെറിയൊരു ഗ്രോത്ത് ആയിട്ട്
അപ്പൊ അത് കാണാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അത്ര പെട്ടെന്ന് വലുതാ ഡോക്ടർ ഈ സമയത്താണ് അത്ര ഒരു വയസ്സല്ല ആയിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ നല്ല അതാണ് വലുപ്പത്തിലാണ് കാണുന്നത്. അപ്പൊ അത് എന്തുകൊണ്ട് അങ്ങനെ വരാൻ? അതാണ് അത് സിസേറിയനായിരുന്നു അല്ല നോർമലി പ്രസവല്ല നോർമലി സിസേറിയൻ തീർച്ചയായിട്ടും കാണേണ്ടത്. ആയിരുന്നു. എന്താ അറിയില്ല ഞാൻ സീരിയസിലായിരുന്നു. അതുകൊണ്ടാവും ബ്ലഡ് പോയി പറ്റ ടയേർഡ് ആയിരുന്നു. അതുകൊണ്ടാണോ ഒരു എടുക്കാന്ന് എന്താ അറിയില്ല. പിന്നെ ഇതിന്റെ ടെസ്റ്റ് ഫർദർ ടെസ്റ്റ് ചെയ്തിരുന്നോ? ബയോപ്സി എടുത്തിരുന്നോ? അതിനുശേഷം ടെസ്റ്റ് ചെയ്ത് 6 മാസത്തിന് കുഴപ്പമില്ല. ടെസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ചെറുതായിട്ടുണ്ട്. ഗുളിക തന്നിരുന്നു കഴിക്കാൻ വലുതാവാതിരിക്കാൻ. ആ തന്നിക്ക് ഗുളിക. എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് തന്നെ ആയിരിക്കും. ഹോർമോണല് 2 കറക്റ്റ് വർഷം ആയിട്ട് 2 വർഷം കൂടുമ്പോ 3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പൊ കഴിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞിട്ട് 7 വർഷമായി ഇപ്പൊ കഴിഞ്ഞിട്ട് പറയാ. 7 വർഷം. 7 വർഷമായി. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഞാൻ ടെസ്റ്റ് ചെയ്ത് പറഞ്ഞു ചെറുതായിട്ടുണ്ട്, അത് പ്രശ്നമാക്കണ്ടെന്ന് പറയാൻ. വലുതാവാതിരിക്കാൻ ഗുളിക തന്നിട്ടുണ്ട്. ഇപ്പോഴും ഗുളിക കഴിച്ചോണ്ടിരിക്കുന്നോ? ഇല്ല അത് കുറച്ച് ദിവസം പറഞ്ഞ ഡേറ്റ് വരെ കഴിച്ചു. മെൻസസിന് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ മാത്രം ഇനി മെഡിസിൻ എടുത്താൽ മതി. അപ്പൊ ഞാൻ നെക്സ്റ്റ് ആയിട്ട് ഞാൻ പറയുന്നത് ഒരു പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണ്. അത് കുഴപ്പമില്ല, ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല. ശരിയായിട്ടുണ്ടാവും. പിന്നെ അത് ഒരു കംപ്ലീറ്റ് ആയിട്ട് പോകണമെങ്കിൽ കുറച്ചധികം ടൈം എടുക്കും. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫെക്ഷന്, നമ്മുടെ വജൈനയിലും പുറത്തുള്ള ഇൻഫെക്ഷന് ഉള്ളിലോട്ട് കയറിയിട്ട് നമ്മുടെ യൂട്രസിലും ഓവറിയിലും ട്യൂബിലൊക്കെ ഇൻഫെക്ഷൻ വന്നിട്ട് മൊത്തത്തിൽ അവിടെ ഒരു ഇൻഫെക്ഷൻ സംഭവിക്കുകയാണ്. അപ്പൊ അത് സാധാരണ ഒരു സെക്ഷൽ കോണ്ടാക്ട് വഴിയാണ് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്. നോർമലി അത് ആ ഒരു സമയത്ത് അവിടെ ഇൻഫെക്ഷൻ വന്നിട്ട് അവിടെ ബ്ലോക്ക് ഒക്കെ വന്നിട്ട് ഇൻഫെർട്ടിലിറ്റിക്കൊക്കെ കാരണമാവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എക്ടോപിക് പ്രഗ്നന്റ് ആയിരുന്നത് നമ്മുടെ നോർമൽ യൂട്രസിൽ നടക്കാതെ വേറെ എവിടെയെങ്കിലും പോയിട്ട് പ്രഗ്നന്റ് ആവുന്നതും, പിന്നെ അതുപോലെ ഇൻഫെക്ഷൻ ആണല്ലോ, അപ്പൊ അത് കാരണം അവിടെ ഭയങ്കര അടിവയറ്റില് വേദന, ഈ മെൻസസിന് അല്ലാത്ത സമയത്തും മെൻസസിന്റെ കൂടെയും പിന്നെ അല്ലാത്ത സമയങ്ങളിലൊക്കെ വേദനകൾ ഉണ്ടാവുന്നതും, അതൊക്കെ ഈ ഒരു PID എന്ന് പറഞ്ഞൊരു PID എന്ന് പറഞ്ഞ അസുഖത്തിന്റെ കൂടെ വരുന്ന സിംറ്റംസ് ആണ്. ഇതും കോമൺ ആയിട്ട് വരുന്ന അസുഖങ്ങൾ തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മള് നോർമലി കണ്ടുവരുന്ന. ഇനിയും പല കാരണങ്ങളുണ്ട്. പിന്നെ മെൻസസ് നിന്നതിന് ശേഷം ക്യാൻസറസ് കണ്ടീഷനിലും നമുക്ക് ഹെവി ബ്ലീഡിംഗ് ആയിട്ട് വരാറുണ്ട്. എന്നാലും നോർമലി കാണുന്ന കണ്ടീഷൻസ് മെൻസസിന്റെ പീരീഡ്സിന് വ്യതിയാനം സംഭവിക്കുന്ന കാരണങ്ങൾ ഇതൊക്കെയാണ്. ഡിസീസ് അല്ലാത്ത കണ്ടീഷൻ നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞു. പിന്നെ അസുഖങ്ങൾ, തൈറോയ്ഡ് ഡിസീസ്, പിന്നെ എൻഡോമെട്രിയോസിസ്, പിന്നെ അതുമാതിരി ഇൻഫെക്ഷൻ, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ്, ഇൻഫെക്ഷൻ ഒക്കെ നോർമലി കോമൺ ആയിട്ട് കാണുന്നത് തന്നെയാണ്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം. കറക്റ്റ് ടൈമിൽ തന്നെ എടുക്കണം. നമ്മൾ ഡിലേ ആക്കരുത്. എല്ലാതും ചിലതൊക്കെ കോംപ്ലിക്കേഷനിലോട്ട് പോകാറുണ്ട്. ഈ പ്രഗ്നൻസി ഒന്നും കഴിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഏർലി ടൈമിൽ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഹോർമോണൽ സംഭവം ആയത് കാരണം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ലേഡീസ് ശ്രദ്ധിക്കേണ്ടതാണ്. ആർക്കും നമുക്ക് നമ്മുടെ ആവശ്യത്തിന് സമയം കണ്ടെത്താനില്ല. ബാക്കിയുള്ളവർക്കൊക്കെ വേണ്ടി നമ്മൾ ഓടുന്ന ഒരു തിരക്കിൽ നമ്മൾ നമുക്ക് വേണ്ടി കുറച്ചൊരു സമയം കണ്ടെത്തുക തന്നെ വേണം. നമുക്ക് എക്സസൈസ് ആയിട്ടും ഫുഡിന്റെ കാര്യത്തിലും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കുറച്ച് നമ്മൾ കണ്ടെത്തി കഴിക്കാൻ വേണം. പിന്നെ റെസ്റ്റ് ആണെങ്കിലും സ്ലീപ്പ് ആണെങ്കിലും ഒക്കെ പ്രോപ്പർ ആയിട്ട് നമുക്ക് ഉണ്ടോന്ന് നമ്മൾ തന്നെ ചെക്ക് ചെയ്യണം. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ടൊന്നുമില്ല? സ്റ്റോപ്പ് ചെയ്യാം അല്ലെ?
ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടറോട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലി ചോദിക്കണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ നമ്പർ തരാം, അല്ലെങ്കിൽ നബീല മാമിനോട് ചോദിച്ചാലും മതി. പിന്നെ എന്തായാലും നമ്മുടെ ഈ ശ്യാം സ്വീകരിച്ച് ഇത്രയും സമയം നമുക്ക് വേണ്ടി സംസാരിച്ച ഡോക്ടർക്ക് വളരെയധികം താങ്ക്സ്. ഇനിയും നെക്സ്റ്റ് ക്ലാസ്സിൽ പിങ്ക് അവയർനെസിന്റെ സെഷനായിട്ട് ബന്ധപ്പെട്ട് നെക്സ്റ്റ് 23ാമത്തെ സെഷൻ ആയിരിക്കും. അതിൽ ഇതുപോലെ ആരെങ്കിലും ഏതെങ്കിലും ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിനറോ ഇല്ലെങ്കിൽ നമ്മുടെ പിങ്ക് ജോബിലുള്ള തന്നെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും നെക്സ്റ്റ് ക്ലാസ്. ഓരോ ക്ലാസ്സുകളും വളരെ വാല്യുബിൾ ആയിട്ടുള്ള അറിവുകളാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ പുറത്തേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ പിങ്ക് ഹബ്ബ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയിലൂടെയാണ് നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ പുറത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലും അസുഖങ്ങളായാലും മാനസികമായാലും ശാരീരികമായാലും ഒക്കെ നമുക്ക് അസുഖങ്ങൾ ഇല്ലാത്തൊരവസ്ഥ കൂടി നമുക്ക് വരേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും യൂട്രസ് എന്ന് പറയുന്ന ഒരു അവയവം വളരെ നമുക്ക് എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഒരു പ്രതിരോധ ശേഷി തരുന്ന ഒരു അവയവം തന്നെയാണ്. നമ്മുടെ ഈ ഓരോ ഹോർമോൺ ചേഞ്ചസും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന സ്ത്രീകളുണ്ട്. അപ്പൊ പലതും പുറത്ത് പറയാൻ തന്നെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന ഒരു അവയർനെസിന്റെ ഭാഗമായിട്ട്. അപ്പോ നമ്മുടെ ഈ പാഡുകൾ, നമ്മുടെ ഈ വയറുവേദന, ഇതിൽ ആനിയൺ സ്ട്രിപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് തന്നെ ഈ വയറുവേദന, അതുപോലെ ഈ പാഡ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള സൈഡ് എഫക്റ്റുകളൊക്കെ നമ്മുടെ ഈ പാഡ് യൂസ് ചെയ്യുമ്പോൾ മാറുന്നു എന്നുള്ളതാണ്. ഇത് യൂസ് ചെയ്തിട്ട് ഒരുപാട് പേര് ഇതിന്റെ ഫീഡ്ബാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ചൊറിച്ചില് ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോ സാധാരണ പാഡുകൾ ഉപയോഗിക്കുമ്പോൾ അറിയാലോ, അതിന്റെ ആ പ്ലാസ്റ്റിക് കോട്ടിങ് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, ചൊറിച്ചില് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പാഡുകൾ യൂസ് ചെയ്ത് അതില് അവര് സംതൃപ്തരാണെന്ന് കണ്ടുകൊണ്ടാണ് പിന്നെ അത് അവര് ബിസിനസ് ആക്കി മാറ്റുന്നത്. അപ്പൊ അത് തന്നെയാണ് കമ്പനി പറയുന്നത്. നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് കണ്ടാൽ മാത്രം നിങ്ങൾക്കുള്ള ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഫെയർവിങ്സ് എന്ന ബ്രാൻഡിൽ നമ്മൾ കൊടുക്കുന്ന ഈ പ്രോഡക്റ്റ്. പിന്നെ ഒരു മെഡിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷേവിംഗ് സെറ്റ് അതിനകത്ത് വരുന്നുണ്ട്. അത് റീയൂസ് ചെയ്യാവുന്നതാണ് അതിന്റെ പ്രത്യേകത. അതും ചൊറിച്ചിലോ തിണർപ്പോ ഒന്നും ഉണ്ടാക്കില്ല. അതുപോലെ നമ്മുടെ ലേഡീസിന്റെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ എന്ന വണ്ണമാണ് നമ്മൾ ഈ പ്രോഡക്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നത് നമ്മുടെ ഫൈസൽ സി വിംബിൾ അക്കാഡമി ഫൗണ്ടറും അതുപോലെ സൈക്കോളജിസ്റ്റും ഒക്കെ ആയ കൗൺസിലറുമായ നമ്മുടെ മാസ്റ്റർ ട്രെയിനർ മിസ്റ്റർ ഫൈസൽ സി, അദ്ദേഹമാണ് നമുക്ക് ക്ലാസ്സുകളൊക്കെ തരുന്നത്. അതുപോലെ ഇവിടെ ഡയറക്ടർ നബീല മാം. പിന്നെ നിങ്ങൾക്ക് എന്നെ പ്രത്യേകിച്ച് അറിയാലോ, ഞാൻ ഇനി എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കോർഡിനേറ്റർ ആയിട്ട് ഞാനും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ വന്നതിന് ശേഷം ഒരുപാട് ക്ലാസ്സുകൾ എടുത്ത് എനിക്ക് തന്നെ സ്വയം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഒരുപാട് ലേഡീസിനെ പുറത്തേക്ക് വീടിനകത്ത് ഒതുങ്ങി കൂടുന്നവരെയൊക്കെ ഇതുപോലെ ക്ലാസ്സുകൾ എടുക്കാനും അവർക്ക് അവരിൽ ഒരു വ്യക്തിത്വം രൂപീകരിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ ഈ പിങ്ക് ജോബിന്റെ ഒരു നേട്ടങ്ങളായി കാണുകയാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും 22ാമത്തെ സെഷൻ വളരെ ഗംഭീരമായി തന്നെ ഒരു സ്ത്രീ രഹസ്യ രോഗങ്ങളെ പറ്റി ഒക്കെ പറയുകയും അതിൽ ഒരുപാട് ഡൗട്ട് ക്ലിയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പലരും നാണക്കേട് വിചാരിച്ച് ഇപ്പോഴും സംശയങ്ങളൊന്നും ചോദിക്കുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് ഡോക്ടറുമായിട്ട് ബന്ധപ്പെടാം. ഡോക്ടറുടെ നമ്പർ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം. നിങ്ങളുടെ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഡോക്ടറുമായിട്ട് സംസാരിക്കുകയും നിങ്ങൾക്ക് മെഡിസിൻസ് വേണമെങ്കിൽ കൊറിയർ ചെയ്ത് തരും. ആ ഒരു സൗകര്യം മാം ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും സമയം കേട്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും, അതുപോലെ ഡോക്ടർ നസീറിയ മാമും പിങ്ക് ജോബിന്റെയും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. ഇത് പുറത്തേക്ക് മാക്സിമം ഷെയർ ചെയ്യണം. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.
ഇനി ഞാൻ ഓർമ്മയില്ലാതെ പഴം വെച്ചെടുത്ത് വേറെ റേഞ്ച് ഇട്ടാലിട്ട് അപ്പം വെച്ച് അങ്ങനത്തെ ക്ലാസ്സിൽ